ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വളരെ ഭംഗിയായിട്ട് അങ്ങോട്ട് പഠിച്ചു തുടങ്ങാൻ പോകുകയാണ്. ഓക്കെ അല്ലേ? ഈ ഒരു ടോപ്പിക്ക് വളരെ നല്ലതുപോലെ തന്നെ മനസ്സിലേക്ക് പതിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പഠിച്ചു തുടങ്ങാൻ. ഒന്നാമത്തെ കാര്യം, നമ്മൾ LCM മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ടൈം ആൻഡ് വർക്കിലെ മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാൻ പോകുന്നത്. 99% ചോദ്യങ്ങളെയും സോൾവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് LCM കണ്ടുപിടിക്കാനുള്ള വഴി മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ ആണോ? അതിന് വേണ്ടിയിട്ട് സ്ലാഷ് മെത്തേഡിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്ലാഷ് മെത്തേഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. LCM കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ്. ഓക്കെ ആണോ? എളുപ്പമാകുന്ന ഒരു വഴിയാണ്. ഓക്കെ അല്ലെ? രണ്ടാമത് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഓരോ ചോദ്യങ്ങളും സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കി തന്നെ വേണം എന്ത് ചെയ്യാൻ, മുമ്പോട്ടേക്ക് പോകാൻ. കാര്യം എന്താണെന്നറിയോ? ഓരോ ചോദ്യത്തിനകത്തും എന്താണോ പറഞ്ഞിരിക്കുന്നത്, ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ഓരോ ലോജിക്കുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ മൈൻഡിലേക്ക് ഫീഡ് ചെയ്യേണ്ടതുണ്ട്. ആ ലോജിക് അനുസരിച്ചാണ് ആ ചോദ്യങ്ങൾ ചെയ്തു പോകേണ്ടതെന്ന് മനസ്സിലാക്കി വരിക. അതായത് കൃത്യമായ പ്രാക്ടീസ് ഈ ഒരു ടോപ്പിക്കിനകത്ത് ഉണ്ടാകണം എന്ന് വരികിൽ ഈ ഒരു ടോപ്പിക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ടോപ്പിക്കായി മാറും എന്നതാണ് പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാ? ടൈം ആൻഡ് വർക്ക് എന്ന ടോപ്പിക്കാണ്. ഈ ഭാഗത്ത് കുറച്ച് ബേസിക്സ് പറഞ്ഞു തരാനുണ്ട്. ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കാര്യം നിങ്ങൾക്ക് പഠിച്ച് മുമ്പോട്ടേക്ക് പോകണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കോണം. ഒന്നാമത്തെ കാര്യം, എഫിഷ്യൻസി ഈസ് എ കോൺസ്റ്റന്റ്. എഫിഷ്യൻസി ഈസ് എ കോൺസ്റ്റന്റ്. ഒന്നാമത് പറഞ്ഞു തരാനുള്ള ഒരു പോയിന്റ് ഇതാ. എഫിഷ്യൻസി എന്തായിരിക്കും മക്കളെ? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താ മക്കളെ ഈ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? വർക്ക് ഡൺ ഇൻ വൺ ഡേ. വർക്ക് ഡൺ ഇൻ വൺ ഡേ. ഒരു ദിവസം കൊണ്ട് ഒരാൾ ചെയ്യുന്ന ജോലിയുടെ എണ്ണം, അല്ലെങ്കിൽ ആ ചെയ്യുന്ന ജോലിയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എഫിഷ്യൻസി. ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ പറയത്തില്ലേ? സിംപ്ലി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വർക്ക് ഡൺ ഇൻ വൺ ഡേ, ഒരു ദിവസം കൊണ്ട് എന്ത് ജോലി തീരും, അതിനെയാണ് എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്. ഇതെല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ ആണോ? ഉദാഹരണത്തിന് A എന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ A എന്ന വ്യക്തിക്ക് ഒരു ദിവസം 10 യൂണിറ്റ് ജോലികൾ ചെയ്യാൻ പറ്റും, അല്ലെ 10 ജോലികൾ ചെയ്യാൻ പറ്റും. എങ്കിൽ 10 ദിവസം കൊണ്ട് എത്ര ജോലികൾ തീരുമെന്ന് ചോദിച്ചാൽ, ഗുണം 10 അങ്ങോട്ട് ഇട്ടാൽ നമുക്ക് പറഞ്ഞൂടെ 100 ജോലികൾ തീരും. കണ്ടോ? അവിടെ നമ്മൾ ഈ പറഞ്ഞ 10 എന്ന ഒരു കപ്പാസിറ്റി ഇല്ലേ? ആരുടെ കപ്പാസിറ്റിയാ? Aയുടെ കപ്പാസിറ്റി ഇല്ലേ? അല്ലെങ്കിൽ ആ കപ്പാസിറ്റി തന്നെയാണ് അവിടുത്തെ എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അതായത് എഫിഷ്യൻസി എന്ന് പറയുന്നതാകുന്നതിനെ സൂചിപ്പിക്കാൻ പല സ്ഥലങ്ങളിലും പലതാകുന്ന വാക്കുകൾ വരും. ചിലയിടത്ത് എഫിഷ്യൻസി എന്ന് പറയും, ചിലയിടത്ത് കപ്പാസിറ്റി വെച്ചിട്ടായിരിക്കും പറയുക. ഈ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കണേ. പിടികിട്ടിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഒരു ഇക്വേഷൻ ആണ്. എന്താണ് ആ ഇക്വേഷൻ ഒന്നും ശ്രദ്ധിച്ച്. അടുത്ത ബേസിക്സിന്റെ രണ്ടാമത്തെ പോയിന്റ് എന്താണ് ആ ഇക്വേഷൻ നോക്കേ? എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. എന്താടാ? എത്ര വർക്കുകളാണ് അവിടെ ടോട്ടൽ ആയിട്ടുള്ളത്? മക്കളെ, ഈ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇത് LCM വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക കേട്ടോ. LCM വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക ടോട്ടൽ വർക്കിനെ. ആ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ LCM വെച്ച് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ മനസ്സിലാവും. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണ് എന്തെന്ന് പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ എഫിഷ്യൻസി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ചില ചോദ്യങ്ങളിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കണം? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് കണ്ടുപിടിക്കണം. ഇനി ചോദിക്കുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ആണെങ്കിലോ, ചോദിക്കുന്നത് ചിലപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ആണെങ്കിലോ, ഈ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി. എഫിഷ്യൻസി ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. എന്തോ വരൂടാ? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എന്തോന്ന് എടുക്കണം? എഫിഷ്യൻസി എന്ന് എടുക്കണം. ഓക്കെ ആണോ? ഇനി ഞാനിപ്പോ ഈ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണെന്ന് നിങ്ങൾക്കറിയാലോ? ടൈം അല്ലേ? അതുകൊണ്ട് ഇവിടെ നിന്ന് അടുത്ത നാലാമത്തെ ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എഫിഷ്യൻസി എന്ന് പറയുന്ന ആളും ടൈം എന്ന് പറയുന്ന ആളും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാ. ഓക്കെ ആണോ? ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ചിലരാകുന്ന ചോദ്യങ്ങളിൽ എഫിഷ്യൻസി തരും. എഫിഷ്യൻസികളുടെ റേഷ്യോ ആയിരിക്കും തരുന്നത്. ആദ്യത്തെ ആളിന്റെ എഫിഷ്യൻസി E1, രണ്ടാമത്തെ ആളിന്റെ എഫിഷ്യൻസി E2 എന്നാണെങ്കിൽ ഇത് എന്തിനു തുല്യമായിരിക്കും? ടൈം വെച്ച് നോക്കിയാൽ T2 ഈസ് ടു T1 തുല്യമായിരിക്കും. ഈ ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ ആണോ? E1 ഈസ് ടു E2 എന്ന് പറയുന്നത് എന്തിനു തുല്യം? T2 ഈസ് ടു T1 തുല്യമായിരിക്കും. അതായത് എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത്
ടൈമിന്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് എടുക്കുന്നതിന് തുല്യമായിരിക്കും. ഓക്കെ ആണോ? ഈ ഒരു കാര്യം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ബേസിക് ആകുന്ന കാര്യങ്ങളായിട്ടുണ്ടാകും ടൈം ആൻഡ് വർക്കിനകത്തേക്ക് പോകാൻ. എന്തൊക്കെയാ പറഞ്ഞേ? എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് എഫിഷ്യൻസി ആരാ? വർക്ക് ഡൺ ഇൻ 1 ഡേ വിളിക്കുന്ന പേരാ, ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയെ വിളിക്കുന്ന പേര്. എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ട എങ്ങനെ? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്തിനെ ഉദ്ദേശിക്കുന്നു? ടൈം. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ? LCM-ലൂടെ ആണെന്നും പറഞ്ഞു. നമ്പർ ഓഫ് ഡേയ്സ് ഇസ് ഈക്വൽ ടു എന്താകും? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ഇനി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. അതിനർത്ഥം എന്താണ്? E1 ഈസ് ടു E2 എന്ന് പറയുന്നത് T2 ഈസ് ടു T1 ഈക്വൽ ആയിരിക്കും. ഇനി ചിലതാകുന്ന ചോദ്യങ്ങളിൽ നമ്മൾ ഈ വർക്ക് എന്ന് പറയുന്ന സാധനത്തിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് മാറ്റി മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്താണ് നമ്മുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ വർക്ക് എന്നുള്ളൊരു കണ്ടീഷൻ വേണമെന്ന് നിർബന്ധമില്ല. അവിടെ നമുക്ക് അവൈലബിൾ വർക്ക് എന്നുള്ളൊരു കണ്ടീഷൻ എടുത്താലും മതിയാകും കേട്ടോ. ടോട്ടൽ വർക്ക് എന്നൊരു കണ്ടീഷനിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്, അവൈലബിൾ വർക്ക് എന്നൊരു കണ്ടീഷനിലേക്കായിരിക്കും ആ സമയത്ത് അങ്ങോട്ട് കാര്യങ്ങൾ പോവുക കേട്ടോ. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ പിടികിട്ടിയില്ലേ? ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ടുകളൊന്നും ഇല്ലേ? ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഓരോ ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങാം കേട്ടോ. ദാണ്ടേ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് കേട്ടേ. ഒരു ചോദ്യം നമുക്ക് തരും. ആ ചോദ്യത്തിനകത്ത് നമ്മുടെ ഒന്നാമത്തെ ടൈപ്പാണേ പറയുന്നത് കേട്ടോ. ആ ചോദ്യത്തിനകത്ത് എ എന്ന് പറയുന്ന ഒരാളിനെ പരിചയപ്പെടുത്തും, അതുപോലെ ബി എന്ന് പറയുന്ന ഒരാളിനെ പരിചയപ്പെടുത്തും. അവര് പറയുക എ എന്ന് പറയുന്ന ആള് എക്സ് നമ്പർ ഓഫ് ദിവസങ്ങൾ കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കും, ബി എന്ന് പറയുന്ന ആള് ഒരു വൈ നമ്പർ ഓഫ് ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും. എങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്ന ആള് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും എന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എ എന്ന് പറയുന്ന ആള് എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യുമെന്ന് തരും, ബി എന്ന് പറയുന്ന ആൾ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്യുമെന്ന് തരും. എങ്കിൽ എ പ്ലസ് ബി എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടൈപ്പ്. ഓക്കെ ആണോ? ഞാനിതൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അവിടെ നിന്ന് ഈ പറയുന്ന ടൈപ്പും ബാക്കി കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത് നോക്കേടാ. ഇപ്പൊ ഞാൻ പറയാ എ എന്ന് പറയുന്ന ഒരാള് ഒരു ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്നത് പരമാവധിയായി ഒരു 9 ദിവസങ്ങളാണ് എന്ന് വിചാരിക്കാം. എത്ര ദിവസം കൊണ്ടൊരു ജോലി തീർക്കും? 9 ദിവസം കൊണ്ടൊരു ജോലി തീർക്കും. അതേ ജോലി ബി എന്ന ആള് ചെയ്യുന്നത് 18 ദിവസം കൊണ്ടാണ്. എത്ര ദിവസം കൊണ്ടാണ് ബി ഒരു ജോലി ചെയ്ത് തീർക്കുന്നത്? 18 ദിവസം കൊണ്ട്. ഓക്കെ, എങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും എന്ന് കണ്ടുപിടിക്കൂ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. എയും ബിയും കൂടെ ചേർന്ന് കൊണ്ട് എത്ര ദിവസം കൊണ്ടെന്നാണ് അവരെന്ത് ചെയ്യുന്നത്? നമ്മളോട് ചോദിക്കുന്നത്. സോ എ പ്ലസ് ബി എന്ന് പറയുന്നതിന് എത്ര ദിവസം വേണ്ടി വരുമെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കും? അതാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോണേ. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ളതാകുന്ന സെൻസിബിൾ ആകുന്ന ഡേറ്റകളെ അങ്ങോട്ട് എടുക്കുക. ഓക്കെ ആണോ? സെൻസിബിൾ ആകുന്ന ഒരു ഡേറ്റ ദാണ്ട് ഈ പറയുന്ന എ 9 ദിവസം, ബി 18 ദിവസം, ഇതൊരു സെൻസിബിൾ ഡേറ്റയാണ്. ഈ ഒരു ഡേറ്റ അങ്ങോട്ട് എടുക്കുന്നു. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കുന്നു? LCM കണ്ടുപിടിക്കുന്നു. ഞാൻ പറഞ്ഞു മെജോറിറ്റി കേസുകളിലും LCM കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് കോമൺ സെൻസ് മാത്രം മതിയാകും. ഇവിടെ 9ന്റെ പട്ടികയിലാണല്ലോ 18 ഉള്ളത്, ശരിയല്ലേ? അതുകൊണ്ട് LCM എത്ര ആയിരിക്കും വരുന്നത്? 18 എന്നായിരിക്കും വരുന്നത്. ഡൗട്ടുകൾ ഇല്ലാതെ മനസ്സിലാക്കാലോ. LCM അപ്പൊ എത്ര ആയിരിക്കും വരുന്നത്? 18. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കേസ്, ഈ 18 എന്ന് പറയുന്ന ഈ LCM ഓഫ് ദ ഗിവൺ ഡേറ്റയെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ വർക്ക്. ഓക്കെ ആണോ? അതിനർത്ഥം ഇവിടെ നിലവിൽ ചോദ്യം പ്രകാരം എത്ര വർക്കുകൾ ഉണ്ട്? 18 യൂണിറ്റ്സ് ഓഫ് വർക്ക് ഉണ്ട്. എത്ര യൂണിറ്റ്സ് ഓഫ് വർക്ക് ഉണ്ട്? 18 യൂണിറ്റ്സ് ഓഫ് വർക്ക് ഉണ്ട്. ഈ 18 യൂണിറ്റ്സുകൾ കണ്ടോ 9 ദിവസം കൊണ്ട് ആര് ചെയ്തു തീർത്തോളും? എ ചെയ്തു തീർത്തോളും. ഈ 18 യൂണിറ്റ്സുകൾ 18 ദിവസം കൊണ്ട് ആര് ചെയ്തു തീർത്തോളും? ബി ചെയ്തു തീർത്തോളും. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇനി നമുക്ക് വേണ്ടത് എഫിഷ്യൻസി എന്ന് പറയുന്ന ആളിനെ കണ്ടുപിടിക്കണം. മക്കളെ, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ശരിയല്ലേ? ആണ്. അവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ആരാ മക്കളെ? ഏതാണ്ട് 18 ആണ് ടോട്ടൽ വർക്ക്. നമ്പർ ഓഫ് ഡേയ്സ് എന്ത് ചെയ്താ കിടക്കുന്നതാ? 9. അപ്പൊ എയുടെ എഫിഷ്യൻസി അറിയാൻ ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് വർക്ക് ആകുന്ന 18 ഡിവൈഡഡ് ബൈ അവിടെ എത്ര ദിവസം കൊണ്ട് എ ചെയ്ത് തീരുമോ അതിന്റെ ഡേയ്സ് എടുക്കുക. അതാണ് 9. 18 ഡിവൈഡഡ് ബൈ 9 എത്ര? 2. ആ 2-നെതായി ആരോ മാർക്കിന്റെ മുകളിൽ എഴുതുക. ഈ ഒരു സ്ട്രക്ചറിൽ വേണം എഴുതിപ്പാൻ. 2 അപ്പൊ എയുടെ ആരാ? എഫിഷ്യൻസി ആണ്. എയുടെ എഫിഷ്യൻസി ആണ് 2. ഓക്കെ ആണോ? അതിനർത്ഥം എന്താ? ഒരു ദിവസം 2 യൂണിറ്റ്സ് ജോലികൾ ചെയ്യുന്നുണ്ട് എ. ഓക്കെ ആണോ? ഒരു ദിവസം 2 യൂണിറ്റ്സ് ജോലികൾ ചെയ്തുകൊണ്ട്
ഓരോ ദിവസവും 2 യൂണിറ്റ്സ് ചെയ്തുകൊണ്ട് 9 ദിവസം കൊണ്ട് 18 യൂണിറ്റ്സും കംപ്ലീറ്റ് ആക്കിക്കോളും എ എന്നല്ലേ ഇതിന്റെ അർത്ഥം? ആണ്. എങ്കിൽ ബിയുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും മക്കളെ? 18 ഡിവൈഡഡ് ബൈ 18. കാര്യം എന്താ? ടോട്ടൽ വർക്ക് 18, നമ്പർ ഓഫ് ഡേയ്സ് 18. 18 ബൈ 18 എത്ര വരുന്നത്? 1. അപ്പൊ ബിയുടെ എഫിഷ്യൻസി 1. ഓക്കെ ആണോ? ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു എഫിഷ്യൻസി എന്ന് പറയുന്ന ആൾ എല്ലായ്പ്പോഴും ആരായിരിക്കും എന്നാ ഞാൻ പറഞ്ഞു? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞു. അത് തന്നെയാ ഇനി അങ്ങോട്ട് വേണ്ടേ. അതായത് എയും ബിയും കൂടെ ചേർന്ന് ജോലി ചെയ്യുമ്പോഴും എയുടെയും ബിയുടെയും എഫിഷ്യൻസികൾ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. എയുടെ എഫിഷ്യൻസി 2 തന്നെയായിരിക്കും, ബിയുടെ എഫിഷ്യൻസി 1 തന്നെയായിരിക്കും. അതിനർത്ഥം ഒരു ദിവസം കൊണ്ട് എയുടെ 2 ബിയുടെ 1 കൂടെ ചേർത്ത് 2 + 1 ദാറ്റ് വിൽ ബി എത്ര ജോലികൾ തീരുമായിരിക്കും ഒരു ദിവസം? 3 ജോലികൾ തീരും. ശരിയാണോ? ഒരു ദിവസം 3 ജോലികൾ തീരുന്നുവെങ്കിൽ ഈ 18 യൂണിറ്റ്സ് കംപ്ലീറ്റ് ആകാൻ എത്ര ദിവസം വേണം? നമ്പർ ഓഫ് ഡേയ്സിന്റെ ഇക്വേഷൻ അങ്ങോട്ട് പറഞ്ഞേടാ. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എന്തെന്ന് എടുത്താൽ മതി? എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാ? 3. കണ്ടോ? എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എത്രയാ? 3. ടോട്ടൽ വർക്ക് എത്രയാ? 18. 18 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 6. സോ എത്ര ദിവസം കൊണ്ട് എ പ്ലസ് ബിയുടെ ജോലി തീരും? എയും ബിയും കൂടെ ചേർന്നാൽ 6 ദിവസം കൊണ്ട് ജോലി തീരും. കണ്ടോ? ഇത്രയും ആകുന്ന വളരെ നിസ്സാരമാകുന്ന കാര്യങ്ങളെ ഉള്ളൂ. പറഞ്ഞു തരാൻ സമയം എടുത്തിട്ടുണ്ടാകും, ചെയ്യാൻ അധികം സമയം വേണ്ട. ഇതാണ് രീതി. ഓക്കെ ആണോ? ഇനി ഇതേ സമയം അവർ ചോദിക്കുന്നതാകുന്ന രീതി വേറൊരു രീതിയാണെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒന്നാമത്തെ തന്നിട്ടുള്ളതാകുന്ന ചോദ്യം ഒന്ന് നോക്കേ. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. തന്നിട്ടുള്ള ചോദ്യം എന്താണ് പറയുന്നത് നോക്കേ. എ ആൻഡ് ബി ടുഗെദർ ഡു എ പീസ് ഓഫ് വർക്ക്. ചോദ്യത്തിൽ സെൻസിബിൾ ഡേറ്റകളായി തന്നിട്ടുള്ളതിൽ ആദ്യം തന്നെ പറയുന്നത് എയും ബിയും കൂടെ ചേർന്നാണ് ജോലി ചെയ്യുന്നത്. അതായത് എയും ബിയും ചേർന്ന് എ പ്ലസ് ബി ജോലി ചെയ്യുന്നത് എത്ര ദിവസം കൊണ്ട് തീരും? 6 ദിവസം കൊണ്ട് തീരും. കണ്ടോ? എത്ര ദിവസം കൊണ്ടാണ് തീരുന്നത്? 6 ദിവസം കൊണ്ട്. അതുപോലെ എ ഒറ്റയ്ക്കാണ് പണി ചെയ്യുന്നതെങ്കിൽ അത് എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് അവർ പറയുന്നുണ്ട്? 9 ദിവസം കൊണ്ടാണ് ആ ജോലി തീരുന്നതെന്നും പറയുന്നുണ്ട്. ഈ 2 ഡേറ്റകൾ മാത്രമേ അവർ തരുന്നുള്ളൂ. 2 സെൻസിബിൾ ഡേറ്റയാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നത് ബി എലോൺ എത്ര ദിവസം കൊണ്ട് തീരും. ഓക്കെ ആണോ? തന്നിട്ടുള്ളതാകുന്ന ഡേറ്റകളുടെ LCM അങ്ങോട്ട് എടുക്കുക. LCM എത്ര വരുമായിരിക്കും? 6, 9. LCM എത്ര വരുമായിരിക്കും? 18 LCM വരിക. ശരിയല്ലേ? അറിയാം, കണ്ണുകൊണ്ട് നോക്കി പറയാവുന്നതേ ഉള്ളൂ. ഈ 18 എന്ന് പറയുന്നവനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ടോട്ടൽ വർക്ക് എന്ന് വിളിക്കാം. അതിനർത്ഥം മൊത്തം ഇവിടെ 18 യൂണിറ്റ് ജോലികളുണ്ട്. ഇനി നമ്മൾ പഠിച്ചതുപോലെ എഫിഷ്യൻസി എങ്ങനെ? 18 ഡിവൈഡഡ് ബൈ 6. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. 18 ബൈ 6 എത്ര മക്കളെ വരുന്നത്? 3. 18 ബൈ 9 എയുടെ എഫിഷ്യൻസി എത്ര വരുന്നത്? 2. ഓക്കെ ആണോ? ഇനി മനസ്സിലാക്കേ, എയും ബിയും കൂടെ ചേരുമ്പോൾ 3 എഫിഷ്യൻസി. എ മാത്രമുള്ളപ്പോൾ 2 എഫിഷ്യൻസി. നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്നത് ഓൾവേസ് ഒരു കോൺസ്റ്റന്റ് ആയി നിലനിൽക്കുന്ന ഒരാളാണ്. എഫിഷ്യൻസി ഒരു കോൺസ്റ്റന്റ് ആയി നിലനിൽക്കുന്ന ആളാണ്. ആയ കാരണം കൊണ്ട് തന്നെ എയും ബിയും കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് എയുടെ ജോലി എന്ന് പറയുന്നത് എത്ര തന്നെ? 2 തന്നെ. അവശേഷിക്കുന്ന 1 എന്ന് പറയുന്നത് കൂടി വരുമ്പോഴല്ലേ 3 ആകുന്ന. ആ 1 ആരുടെ എഫിഷ്യൻസി ആയിരിക്കും? ബിയുടെ. അതായത് 3 - 2 അതാണ് ബിയുടെ എഫിഷ്യൻസി. ശരിയല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി 1. ഇനി നമുക്കറിയാം നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ എന്താണ്? എഫിഷ്യൻസി. നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് എത്രയാ? 18 ഡിവൈഡഡ് ബൈ എത്രയാ? 1. സോ ആൻസർ എത്ര വരും? 18 നമ്പർ ഓഫ് ഡേയ്സ് എടുക്കും ആരുടെ ജോലി തീരാൻ? 18 ദിവസം എടുക്കും ആരുടെ ജോലി തീരാൻ വേണ്ടിയിട്ട്? ബി ഒറ്റയ്ക്ക് പണിയെടുത്താൽ. കണ്ടോ? ആദ്യം നമ്മൾ എ തന്നു, ബി തന്നു, എന്നിട്ട് എ പ്ലസ് ബി എത്രാന്ന് ചോദിച്ചു. ഇനി രണ്ടാമത്തെ ടൈപ്പ് എങ്ങനെ? അത് തിരിച്ചു ചോദിക്കും. എ പ്ലസ് ബിയും ഏതെങ്കിലും ഒരാളെ തരും, എ അല്ലെങ്കിൽ ബി. എന്നിട്ട് തരാത്തവൻ ആരാണോ അവനെ ചോദിക്കും. ഓക്കെ ആണോ? അതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു രീതി. ഇനി താണ്ടെ ഇതേ ചോദ്യത്തിന് ഇനി ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ദാ നോക്കെ, രംഗ ആൻഡ് രാജു ക്യാൻ കംപ്ലീറ്റ് ദ ടാസ്ക് ഇൻ 6 days. രംഗ എലോൺ ക്യാൻ ഡു ദ സെയിം ടാസ്ക് ഇൻ 18 days. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദ ടാസ്ക് ബി കംപ്ലീറ്റഡ് ബൈ രാജു? രാജു എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാ ചോദിച്ചേക്കുന്നത്. ഞാനിവിടെ രംഗ എന്ന് പറയുന്ന ആൾക്ക് എ എന്ന് വിളിച്ചു, രാജു എന്ന് പറയുന്ന ആളെ ബി എന്ന് വിളിച്ചു. അപ്പോ എ എന്ന് പറയുന്ന ആൾക്കും ബി എന്ന് പറയുന്ന ആൾക്കും ഒന്നിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ പറ്റുന്നുണ്ട്? 6 ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ അവർ പറയുന്നുണ്ട് കൂട്ടത്തില് ഒരാൾ, അതാരാ? രംഗ ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നെങ്കിൽ, രംഗ എ കൊണ്ടല്ലേ സൂചിപ്പിച്ചത്, അത് എത്ര ദിവസം കൊണ്ട് തീരും? 18 ദിവസം കൊണ്ട് തീരും. എങ്കിൽ രണ്ടാമൻ ഒറ്റയ്ക്ക് പണിയെടുത്താൽ എത്ര ദിവസം കൊണ്ട് തീരുമെന്നാ ചോദിച്ചേക്കുന്നത്. പണി ഇപ്പൊ ഈ ചെയ്തതാകുന്ന കാര്യം തന്നെയാണ് ഇവിടെയും വരിക. ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 18 തന്നെ വരും. 18 ബൈ 6 എന്ന് പറയുന്നത് 3. 18 ബൈ 18 എന്ന് പറയുന്നത് 1. 3 1 പോയാൽ എത്ര വരുന്നത്? 2. അതായിരിക്കും എഫിഷ്യൻസി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എയുടെ എഫിഷ്യൻസി ഇവിടെ 1 ആയതുകൊണ്ട് ബിയുടെ എഫിഷ്യൻസി 2 ആയിരിക്കും. 3 - 1 2. അതായത് 18 ഡിവൈഡഡ് ബൈ 2 എത്ര വരും മക്കളെ? 9. അതായത് 9 days കൊണ്ടായിരിക്കും ആര് ജോലി കംപ്ലീറ്റ് ചെയ്യുക? ഈ പറയുന്ന
രാജു കംപ്ലീറ്റ് ചെയ്യുക. കണ്ടോ, ചോദ്യം എളുപ്പമാണ്. കണ്ടോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ടൈപ്പ്, രണ്ട് ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു ടൈപ്പിനെ വെച്ച് രണ്ടാമത് മറ്റൊരു ടൈപ്പ് കൂടെ ഉണ്ടാക്കിയെടുത്ത് പഠിച്ചു നമ്മൾ. ഓക്കെ അല്ലേ? ആണ്. ഇനി നമുക്ക് ദാണ്ട് ഈ ഒരു ചോദ്യത്തിനകത്തോട്ട് പോകാം. എന്താ ഈ ചോദ്യത്തിനകത്തോട്ട് പറഞ്ഞേക്കുന്നതെന്നൊന്ന് നോക്കേ മക്കളെ. ഇത് ആക്ച്വലി ഇതൊരു ആപ്ലിക്കേഷൻ ലെവലാകുന്ന രീതിയിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ നിസ്സാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, ഇവനെ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്നതേ ഉള്ളൂ. എന്താണെന്ന് നോക്കാം മക്കളെ. ഇവിടെ രാമ പാക്സ് 36 ബോക്സസ് ഇൻ 1 അവർ. ഒരു മണിക്കൂർ കൊണ്ട് രാമ എന്ത് ചെയ്യുന്നുണ്ട്? 36 ബോക്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പാക്ക് ചെയ്യുന്നുണ്ട്. ഹർ സിസ്റ്റർ, അതായത് രാമന്റെ പെങ്ങള്, നീഡ്സ് 3 അവർ ടു പാക്ക് ദ സെയിം നമ്പർ. അതായത് ഇതേ 36 ബോക്സുകൾ പാക്ക് ചെയ്യാൻ ഇവിടെ എത്ര മണിക്കൂർ വേണം? 3 മണിക്കൂർ വേണം. അതായത് ഒരു മണിക്കൂർ കൊണ്ട് രാമൻ ചെയ്യുന്ന കാര്യം അവരുടെ സിസ്റ്റർ ചെയ്യുന്നത് 3 മണിക്കൂർ കൊണ്ട്. ഇവിടെ ടൈം എന്ന് പറയുന്ന ആളിനെ സ്പെസിഫൈ ചെയ്യുന്നത് നമ്പർ ഓഫ് ഡേയ്സ് വെച്ചിട്ടല്ല, ഹവേഴ്സിലാണ് എന്നൊരൊറ്റ കാര്യം മാത്രം ചിന്തിക്കണം കേട്ടോ. ഓക്കെ ആണോ? ഇനി എന്താ പറയുന്നത്? അതാ ഞാൻ പറഞ്ഞ ലോജിക്, ഓരോ ചോദ്യം വായിച്ചു മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്. ഹൗ മച്ച് ടൈം വിൽ ദേ ടേക്ക് ടുഗെദർ ഇഫ് ദേ ആർ പാക്കിംഗ് 36 ബോക്സസ്? 36 ബോക്സുകളും അവർ പാക്ക് ചെയ്യണം എന്നാണെങ്കിൽ രണ്ടുപേരോടെ ചേർന്നിട്ടാണെങ്കിൽ എത്ര സമയം കൊണ്ട് തീരും? ടൈം ചോദിക്കുന്നത് മിനിറ്റ്സിലാണെന്നും ശ്രദ്ധിച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, രാമൻ എന്ന് പറയുന്ന ആൾക്ക് എത്ര സമയം വേണമായിരുന്നു? 1 അവർ വേണമായിരുന്നു. അതേസമയം സിസ്റ്റർ ആകുന്ന ആ കുട്ടിക്ക് എത്ര മണിക്കൂർ വേണം? 3 മണിക്കൂർ വേണം. ഇവര് രണ്ടുപേരും പണിയെടുക്കുന്നത് ടോട്ടൽ ഓഫ് 36 നമ്പർ ഓഫ് ബോക്സുകൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണോ? ഇനി പറ എഫിഷ്യൻസി നോക്കേടാ. 36 ഡിവൈഡഡ് ബൈ 1, 36. അതായത് ഒരു മണിക്കൂറിൽ 36 ബോക്സുകൾ. അതാണ് ആരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ കപ്പാസിറ്റി? രാമയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി. സിസ്റ്ററിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? 36 ഡിവൈഡഡ് ബൈ 3, 12. അതായത് ഒരു മണിക്കൂറിൽ 12 എണ്ണം പാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ രാമയും അതുപോലെ രാമയുടെ സിസ്റ്ററും കൂടെ ഒന്നിച്ചാണ് ആ ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു 36 + 12 എന്ന് പറഞ്ഞാൽ എത്ര വരുമായിരിക്കും? 48. എഫിഷ്യൻസികൾ സം ചെയ്യുക, എത്ര വരും? 48. ഇനി ടോട്ടൽ എത്ര ബോക്സുകളാണ് പാക്ക് ചെയ്യേണ്ട? 36 ബോക്സുകൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ആകുന്ന 36 ബോക്സ് ഡിവൈഡഡ് ബൈ രണ്ടു പേരുടെയും കൂടി എഫിഷ്യൻസികളാകുന്ന 48. കണ്ടോ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് വെട്ടി ചെറുതാക്കിയാൽ തന്നെ നമുക്ക് ആൻസറിനകത്തേക്ക് എത്താൻ പറ്റും. വെട്ടി ചെറുതാക്കി നോക്കേ. 36നെ എത്ര കൊണ്ട് വെട്ടാം? 12 കൊണ്ട് വെട്ടാം. 12 × 3 ആണ് 36. 12 × 4 ആണ് എത്ര വരുന്നത്? 12 × 4 ആണ് എത്ര വരുന്നത്? 48 വരുന്നത്. ഇനി ഈ 3/4 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രാക്ഷനാണ്. നമുക്കിതിനെ ഹവറിലാണ്, 3/4 ഹവേഴ്സ് എന്നാ ഇപ്പൊ കിട്ടിയേക്കുന്നത്. ഇതിനെ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു 60 കൊണ്ട് ഗുണിച്ചാൽ മതി. എങ്ങനെ വരും മക്കളെ? ദാണ്ട് ഈ പറയുന്നത് ഇങ്ങോട്ട് ഒന്ന് വെട്ടി മാറ്റിയാൽ മതി. 15 × 4 ആണ് എത്ര വരുന്നത്? 60. 15 × 3 അപ്പൊ എത്രയായി? 45 മിനിറ്റ്സ്. അതായത് നിലവിൽ രണ്ടുപേരും കൂടി ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ പരിപാടി ചെയ്താൽ 45 മിനിറ്റിനകത്ത് ഈ പറയുന്ന 36 ബോക്സുകളും പാക്ക് ചെയ്ത് തീരുമെന്നാണ് ഇതിന്റെ അർത്ഥം. പിടികിട്ടിയോ? അപ്പോ 36 ബോക്സുകൾ ഒരു മണിക്കൂറിൽ പാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി രാമയ്ക്കുണ്ട്. സിസ്റ്ററിന് 3 മണിക്കൂർ കൊണ്ട് 36 ബോക്സ്, അതായത് ഒരു മണിക്കൂറിൽ 12 എണ്ണം. ആ എഫിഷ്യൻസികൾ ആഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഈ 36 എന്ന് പറയുന്ന ടോട്ടൽ നമ്പറിനകത്ത് മാറ്റം വരുത്താതെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 45 മിനിറ്റ് എന്ന് കിട്ടും. ആകെ ഇവിടെ അറിയേണ്ടത് ഈ 60 എന്തിന് ഇവിടെ കൂട്ടിച്ചേർത്തു? മിനിറ്റിനാണ് നമുക്ക് പ്രാധാന്യം. കാര്യം എന്താ? ചോദ്യത്തിന്റെ ഉത്തരം തന്നിരിക്കുന്നത് മിനിറ്റിലാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് മണിക്കൂറിൽ. ഓക്കെ അല്ലേ? മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കണം. ഈ ഒരു കാര്യം മാത്രം ഇവിടെ അറിഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം നോക്കിയടാ. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? എ മാൻ ആൻഡ് എ ബോയ് വർക്കിംഗ് ടുഗെദർ ക്യാൻ ഫിനിഷ് എ ടാസ്ക് ഇൻ 24 ഡേയ്സ്. ഇഫ് ഫോർ ദ ലാസ്റ്റ് 6 ഡേയ്സ് ദ മാൻ വർക്ക്സ് അലോൺ, then the task will be finished in 26 days. In how many days the boy alone can finish the work? ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ സെൻസിബിൾ ഡേറ്റ എന്ന് പറയത്തക്ക വിധത്തിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. മാനും ബോയും കൂടെ ചേർന്ന് ജോലി ചെയ്യുന്നു. ആ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്ന ജോലി 24 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇതാണ് ഇവിടുത്തെ ചോദ്യത്തിനകത്തെ സെൻസിബിൾ ഡേറ്റ. ഇതല്ലാതെ മറ്റൊരു ഡീറ്റെയിലും നമുക്ക് ഇവിടെ നിന്ന് അപ്രോച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞേക്കുന്നത് നോക്കേ. 6 ദിവസം കൊണ്ട്, അവസാനത്തെ 6 ദിവസം കൊണ്ട് ആ മാൻ ഒറ്റയ്ക്കാണ് ജോലി ചെയ്തിരിക്കുന്നത്. അതായത് ബാക്കിയുള്ളതാകുന്ന 20 ദിവസങ്ങൾ, 26 ദിവസം കൊണ്ട് ആ ജോലി തീരുമെന്ന് പറയുമ്പോൾ അവശേഷിക്കുന്ന 20 ദിവസങ്ങളും മാനും ബോയും കൂടെ ഒന്നിച്ചായിരിക്കും ജോലി ചെയ്തിട്ടുണ്ടാകുക. എങ്കിൽ ഈ മൊത്തമാകുന്ന ജോലി ആ ബോയ് ഒറ്റയ്ക്കാണ് ചെയ്തു തീർത്തത് എങ്കിൽ എത്ര ദിവസം കൊണ്ട് അത് തീരുമെന്നാ ചോദിച്ചേക്കുന്നത്. ഇവിടെ സെൻസിബിൾ ഡേറ്റ എത്ര മാത്രമേ ഉള്ളൂ? ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ
ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ആര് തന്നെ ആയിരിക്കും? ആ തന്നിരിക്കുന്ന ഡേറ്റയിലെ ആൾ തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ എത്ര യൂണിറ്റ്സ് ഓഫ് വർക്കുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു? 24 യൂണിറ്റ്സ് വർക്കുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ ആണോ? എത്ര യൂണിറ്റ്സ് വർക്ക് അവിടെ ഉണ്ട്? 24 യൂണിറ്റ്സ് വർക്ക് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഐഡിയ കിട്ടിയോ? അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 24 യൂണിറ്റ്സ് ആണെന്ന് കിട്ടി. ഇനി പറഞ്ഞ 24 യൂണിറ്റ്സ് ആണ് ടോട്ടൽ വർക്ക് എങ്കിൽ എഫിഷ്യൻസി എങ്ങനെയായിരിക്കും? ഒരു ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർത്താൽ മതി. മാനും ബോയും കൂടെ ചേർന്ന് ഒരു ദിവസം ഒരു ജോലി ചെയ്ത് തീർത്താൽ മതി. എന്താ പറഞ്ഞേ? ആ മാനും ബോയും കൂടെ ചേർന്ന് ഒരു ദിവസം ഒരു ജോലി ചെയ്ത് തീർത്താൽ മതി. അതിനർത്ഥം ഇനി നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന വർക്കുകളൊക്കെ ഏതിന്റെ രൂപത്തിലേക്കാകാൻ പോവുകയാണ്? ഫ്രാക്ഷൻസിന്റെ രൂപത്തിലേക്കാകാൻ പോവുകയാണ്. എഫിഷ്യൻസികളൊക്കെ ഇനി അങ്ങോട്ട് ഫ്രാക്ഷൻ ആകാൻ പോവുകയാണ് ഈ ഒരു ചോദ്യത്തിൽ. കണ്ടോ? എല്ലാ ചോദ്യത്തിലും ഒരുപോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോയില്ല. ഇത് നമ്മുടെ ഒരു തേർഡ് ടൈപ്പ് ആയിട്ട് മാത്രം നിങ്ങൾ പരിഗണിച്ചാൽ മതി. ഇനി ഈ ചോദ്യം ഏറ്റവും എളുപ്പത്തിൽ ചെയ്തു തീർക്കാനുള്ള ഒരു വഴി എന്താണെന്ന് ചോദിച്ചാൽ, വരയ്ക്കാൻ അറിയുക. എന്തറിയുക? വരയ്ക്കാൻ അറിയുക. ഈ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എന്തറിഞ്ഞാൽ മതിയുടെ? വരയ്ക്കാൻ അറിഞ്ഞാൽ മതി. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ദാണ്ടെ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു. ഓക്കെ ആണോ? ഇനി ഈ ലൈൻ പ്രകാരമുള്ള ഡേറ്റകൾ എന്താണോ ഇത് ചോദ്യത്തിലുള്ളത് അത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇതാ ഞാൻ പറഞ്ഞ ലോജിക്ക് വർക്ക് ചെയ്യണം. എടാ മൊത്തം നമുക്ക് എത്ര ദിവസം എടുത്തു ആ ജോലി തീരാനായിട്ടെന്ന് ചോദിച്ചാൽ മൊത്തം 26 ദിവസം എടുത്തു. അതായത് ഈ ഒരു ലൈൻ ഉദ്ദേശിക്കുന്നത് എത്ര ദിവസത്തിന്റെ കാര്യമാണ്? 26 ദിവസത്തിന്റെ കാര്യമാണ്. ഇനി ചോദ്യത്തിൽ പറയുന്നത് അവസാനത്തെ 6 ദിവസം. ദാണ്ടെ ഇവിടം തൊട്ടാണ് ആ അവസാനത്തെ ഇത്രയുമാണ് 6 ദിവസം എന്ന് വിചാരിക്കും. ഈ പറയുന്ന 6 ദിവസത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് മാത്രമേ പണിയെടുത്തിട്ടുള്ളൂ? മാൻ ഒറ്റയ്ക്കാണ് പണിയെടുത്തിരിക്കുന്നത്. ആരൊറ്റയ്ക്കാണ് പണിയെടുത്തിരിക്കുന്നത്? മാൻ ഒറ്റയ്ക്കാണ് പണിയെടുത്തിരിക്കുന്നത്. അതിനർത്ഥം എന്താ? അവശേഷിക്കുന്ന 26 ദിവസത്തിലെ ഈ 6 ദിവസം കഴിച്ചുള്ള ബാക്കി എത്ര ദിവസമുണ്ട്? 20 ദിവസമുണ്ട്. ആ 20 ദിവസവും ആരാ പണിയെടുത്തിരിക്കുന്നത്? മാനും ഒപ്പം ആരും ഉണ്ടായിരുന്നു? ബോയിയും ഉണ്ടായിരുന്നു. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? കിട്ടി. മക്കളെ, ഇത് വരച്ചാൽ തന്നെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ വഴികളും തുറന്നു കിട്ടും. എന്താണ് ഇനി കാര്യം എന്ന് പറഞ്ഞു തരാം. എടാ നമ്മൾ പറഞ്ഞു ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. അതിനർത്ഥം എത്ര യൂണിറ്റ്സ് ഉണ്ട്? 24 യൂണിറ്റ്സ് ഉണ്ട്. അതിനർത്ഥം എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെച്ചാ ചെയ്യുന്നതെന്നല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 20 ദിവസം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ പണിയെടുത്തിട്ടുണ്ട്. 20 ദിവസം കൊണ്ട് എത്ര യൂണിറ്റ്സ് ഓഫ് വർക്ക് തീർത്തിട്ടുണ്ടാകും? ഒരു ദിവസം മാനും ബോയും കൂടെ ചേർന്ന ഒരു ദിവസം ഒരു യൂണിറ്റാ. നമ്മൾ എന്താ പഠിച്ചേ? എഫിഷ്യൻസി ഒരു കോൺസ്റ്റന്റ് ആണെന്നാ പഠിച്ചേ. എഫിഷ്യൻസി കോൺസ്റ്റന്റ് ആ. മാനും ബോയും കൂടെ ചേർന്ന് പണിയെടുക്കുന്നു. ഒരു ദിവസം ഒരു യൂണിറ്റ് വെച്ച് മൊത്തം എത്ര യൂണിറ്റ്സ് അവിടെ തീരുമായിരിക്കും? അപ്പോ 20 യൂണിറ്റ്സ് അവിടെ തീർന്നിട്ടുണ്ടാകും. മൊത്തം എത്ര യൂണിറ്റ്സാ? ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ്സാ? 24 യൂണിറ്റ്സാ. ഇനി എത്ര അവശേഷിക്കുന്നുണ്ട്? 4 യൂണിറ്റ്സ് അവശേഷിക്കുന്നുണ്ട്. ശരിയാണോ? ഇത് എന്തിനു വേണ്ടിയിട്ടാടാ ഈ 4 യൂണിറ്റ്സ് തന്നിരിക്കുന്നത്? ഇവിടാണ് പരിപാടി ഇരിക്കുന്നത്. നോക്കേടാ, നമ്മൾ പറഞ്ഞൊരു ഇക്വേഷൻ ഓർമ്മയുണ്ടോ? എഫിഷ്യൻസി ഓഫ് ദ മാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആയത്. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാന്നാ ഞാൻ പറഞ്ഞേ? ചില കണ്ടീഷനിൽ ടോട്ടൽ വർക്ക് എന്ന് എടുക്കണം, ചില കണ്ടീഷനുകളിൽ എന്തെന്ന് എടുക്കണം? അവൈലബിൾ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് എടുക്കേണ്ടി വരും. ഓക്കെ ആണോ? എന്താ ഞാനത് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞുതരാം. ഈ ചോദ്യത്തിനകത്ത് അവൈലബിൾ ആകുന്ന യൂണിറ്റ്സുകൾ എന്ന് പറയുന്നത് 4 യൂണിറ്റ്സാണ്. ഈ 4 യൂണിറ്റ്സുകൾ ചെയ്തു തീർക്കാൻ ആ മാൻ എടുത്ത ദിവസത്തിന്റെ കാര്യമാണ് അവർ പറയുന്ന 6. അങ്ങനെയാണെങ്കിൽ ഇത് വെട്ടിച്ചെറുതാക്കിയാൽ എനിക്കിത് എവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റും? 2/3. കണ്ടോ? എവിടെ 2 വെച്ച് വെട്ടുമ്പോൾ എനിക്കിത് എവിടെ കൊണ്ടുവന്ന് നിർത്താം മക്കളെ? 2/3 എന്ന പോയിന്റിലേക്ക് കൊണ്ടുവന്ന് നിർത്താം. അതായത് ഈ തന്നിരിക്കുന്നത് ആരുടെ എഫിഷ്യൻസിയാ? മാനിന്റെ എഫിഷ്യൻസിയാ. ഓക്കെ ആണോ? അപ്പോ നമ്മൾ പറഞ്ഞു മാനിന്റെ എഫിഷ്യൻസി 2/3. ഒന്ന് ആലോചിച്ചോക്കെ, ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആ 1-നകത്ത് നിന്ന് മാനിന്റെ എഫിഷ്യൻസി ആകുന്ന 2/3 മാറ്റിയാൽ കിട്ടുന്ന 1/3 അപ്പൊ ആരുടെ എഫിഷ്യൻസി ആയിരിക്കും? 1/3 എന്ന് പറയുന്നത് ബോയിയുടെ എഫിഷ്യൻസി ആയിരിക്കും. ഓക്കെ ആണോ? എഫിഷ്യൻസി ഓഫ് ബോയി ആയിരിക്കും. ശരിയാണോ? ഇനി പറ, ബോയിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/3. മൊത്തം 24 യൂണിറ്റ്സ് ജോലി അവിടെ ഉണ്ട് എങ്കിൽ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആരെ തരും? നമ്പർ ഓഫ് ഡേയ്സിനെ തരും. ഇത് 1/3 എന്നാണ് എഫിഷ്യൻസി കിടക്കുന്നത്. ഈ 3 അതുകൊണ്ട് എന്ത് ചെയ്യും? റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ വഴി ഇനി മുകളിൽ വരും. അപ്പൊ ആൻസർ എന്ത് വരും? 24 ഗുണം 3 എന്ന് വരും. 24 ഗുണം 3 എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 72 എന്നാണ്. ഓക്കെ ആണോ? സോ ആൻസർ ഇസ് ബോയ് വിൽ ടേക്ക് 72 ഡേയ്സ്. ഈ ഒരു വര വരച്ച് ഇത് ചെയ്യാൻ അറിയാമെന്നാണെന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ ആണേ? ആ ഒരു ചോദ്യവും പിടികിട്ടിയേ? ഐഡിയ വർക്കായേ? എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകാം. അടുത്ത ചോദ്യവും നമ്മുടെ ലോജിക്ക് വർക്ക് ചെയ്യേണ്ട വളരെ നിസ്സാരമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് മക്കളെ. ഏത് ചോദ്യമാണെങ്കിലും ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ലോജിക്ക് വർക്ക് ചെയ്താൽ തന്നെ കാര്യങ്ങൾ നടക്കും. ഓക്കെ, എന്താ ഈ ചോദ്യത്തിൽ പറഞ്ഞേന്നൊക്കെ? എടാ 60 പേജുകൾ 4
4 മിനിറ്റ് കൊണ്ട് എക്സിന് കോപ്പി ചെയ്യാൻ പറ്റും. എക്സും വൈയും കൂടെ ചേർന്നാണെങ്കിൽ 750 പേജ് 30 മിനിറ്റ് തീരും. എന്നാണെങ്കിൽ വൈയുടെ 100 പേജ് കോപ്പി ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയെന്ന ചോദ്യം. മകളെ എളുപ്പം. എക്സ് എന്ന് പറയുന്ന ആൾക്ക് 60 പേജുകൾ 4 മിനിറ്റിൽ പറ്റും. എടാ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് രണ്ടിടത്തും രണ്ട് രീതിയിലാണ്. നമുക്ക് ആദ്യമേ ഇവനെ ഒന്ന് റെഡിയാക്കാൻ നോക്കാം. അതായത് 1 മിനിറ്റിൽ എന്ത് പറ്റുമെന്ന് അറിയാൻ 60/4 എന്ന് എടുത്താൽ മതി. അതിനർത്ഥം എന്താ മക്കളെ? 15 പേജുകളാണ് എക്സിന് പറ്റുക. ഓക്കെ ആണോ? ടോട്ടൽ പേജസ് എടുക്കുന്നു, ഡിവൈഡഡ് ബൈ ടൈം എടുക്കുന്നു. അപ്പോൾ 1 മിനിറ്റിൽ എത്രയാണെന്ന് കിട്ടും? 15 പേജ് എടുക്കും. എക്സും വൈയും കൂടെ ചേരുമ്പോൾ എത്ര സമയം കൊണ്ടാണ് 750 പേജുകൾ പറ്റുക? 30 മിനിറ്റ് കൊണ്ടാണ്. അപ്പോൾ വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? 3 വെച്ച് വെട്ടുമ്പോൾ 25 പേജുകൾ എന്ന് വരും. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എഫിഷ്യൻസി ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. അതിനർത്ഥം എന്താ? ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന ആള് എത്ര പേജുകളാണ് 1 മിനിറ്റിൽ എടുക്കുക? 15 പേജ് എടുക്കും. ശരിയല്ലേ? ഇനി 1 മിനിറ്റിൽ 25 പേജ് വരണമെങ്കിൽ എക്സിന്റെ 15നോടൊപ്പം വൈയുടെ എത്ര പേജ് കൂടെ വരും? 15ഉം 10 പേജ് വരും. ഓക്കെ ആണോ? അതിനർത്ഥം എന്താ? വൈക്ക് 1 മിനിറ്റിൽ 10 പേജുകൾ പറ്റും. ഓക്കെ, എങ്കിൽ 100 പേജ് ആകണമെങ്കിൽ 1 മിനിറ്റിൽ 10 എണ്ണം. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റിലായിരിക്കും എത്ര വരിക? 100 വരിക. 100 പേജ് വരണമെങ്കിൽ എത്ര മിനിറ്റ് അവൻ വർക്ക് ചെയ്യണം? 10 മിനിറ്റ് വർക്ക് ചെയ്യണം. അതാണ് ഓപ്ഷൻ സി അതിന്റെ ആൻസർ. ഓക്കെ അല്ലേ? എന്താ ചെയ്തതെന്ന് പിടികിട്ടിയോ? കോമൺ സെൻസ് വർക്ക് ചെയ്താൽ മതി, ലോജിക്ക് വർക്ക് ചെയ്താൽ മതി. അടുത്ത ചോദ്യം നോക്കാം. ഈ ഒരു ചോദ്യത്തിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതാകുന്ന കപ്പാസിറ്റി എന്നൊരു വാക്ക് കയറി വരുന്നുണ്ട്. അതായത് കപ്പാസിറ്റി എന്തിനെ കുറിക്കാൻ വേണ്ടിയിട്ടുള്ളതാ? എഫിഷ്യൻസിയെ കുറിക്കാനുള്ളതാ. കേപ്പബിൾ എന്ന വാക്ക് വരുന്നുണ്ട്. എന്തിനെ കുറിക്കാനുള്ളതാ? എഫിഷ്യൻസിയെ കുറിക്കാനുള്ളതാ. ഡൗട്ട് ഒന്നുമില്ലല്ലോ, ചെയ്തു പോവാം. ഇത് നോക്കേടാ. അമിത് ഹാസ് എ ട്വൈസ് കപ്പാസിറ്റി. അപ്പോ അമിത് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അതുപോലെ കുശാൽ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. ഇവരുടെ എഫിഷ്യൻസിയുടേതാകുന്ന റേഷ്യോയാണ് അവർ പറയുന്നത് കേട്ടോ. എന്തിന്റെ റേഷ്യോയാ? എഫിഷ്യൻസിയുടേതാകുന്ന റേഷ്യോ ആണ് അവർ പറയുന്നത്. ട്വൈസ് കപ്പാസിറ്റി ആർക്കാ ഉള്ളത്? അമിത്തിന്. അതായത് 2:1. കുശാൽ എന്ന് പറയുന്ന ആൾക്ക് 1 ആണെങ്കിൽ അമിത്തിന് 2 ആയിരിക്കും. ട്വൈസ് കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്ന് ചോദിച്ചാൽ അവർ പറയുന്നുണ്ട് ടുഗെദർ ദേ കംപ്ലീറ്റ് ദ വർക്ക്. അപ്പോ അമിത് അതുപോലെ തന്നെ കുശാല് രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്ന ജോലി 6 ദിവസം കൊണ്ടാണ് തീരുന്നത്. ഓക്കെ ആണോ? 6 days. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവര് രണ്ടുപേരും കൂടെ ചേരുമ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എത്ര ആയിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 2+1 എത്ര ആയിരിക്കും മക്കളെ വരുന്നത്? 3. ഓക്കെ, 2+1 എത്ര ആയിരിക്കും വരുന്നത്? 3. ഓക്കെ ആണോ? എങ്കിൽ ഇനി എന്താ ഇവിടെ ചെയ്യണ്ടേ? നമ്മുടെ കയ്യിൽ ഇവിടെ ടോട്ടൽ വർക്ക് ഇല്ല. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ആരായി മാറും മക്കളെ? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. നമ്മൾ എഴുതിയ ഇക്വേഷൻ ഓർമ്മയില്ലേ? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ തിരിച്ചും പറഞ്ഞുകൂടെ? ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. അത് തന്നെ ഇവിടെ എടുക്കുന്നുള്ളൂ. സോ എന്ത് വരും ഇവിടെ? 6 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 യൂണിറ്റ്സ് ഓഫ് വർക്ക് ഇവിടെ ഉണ്ട് എന്ന് വരും. ഓക്കെ ആണോ? എത്ര യൂണിറ്റ്സാ? 18 യൂണിറ്റ് ഓഫ് വർക്ക് ഇവിടെ ഉണ്ട് എന്ന് വരും. ഇനി പറ, അവർ ചോദിക്കുന്നത് കുശാലിന് എത്ര ദിവസം വേണമെന്നാ. കുശാലിന്റെ എഫിഷ്യൻസി എത്രയാ? 1. സോ കുശാല് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നറിയാൻ കുശാലിന്റെ എഫിഷ്യൻസി 1 അല്ലേ? പറയടാ. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി 18 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 18. സോ കുശാൽ എത്ര ദിവസം കൊണ്ടാ ജോലി ചെയ്ത് തീർക്കും? 18 ദിവസം കൊണ്ടാ ജോലി ചെയ്ത് തീർക്കും. ഡൗട്ട് ഒന്നുമില്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഈ സെയിം പാറ്റേൺ തന്നെ. അടുത്ത ചോദ്യം നോക്കേ. ട്വൈസ് കേപ്പബിൾ ആണ്. അപ്പൊ ഹിമാൻഷു ഉണ്ട്, പിന്നെ ആരുള്ള? അങ്കിത് ഉണ്ട്. എഫിഷ്യൻസിയുടേതാകുന്ന റേഷ്യോ ആണ് ചോദ്യം പറയുന്നത്. ഇവിടെ ഹിമാൻഷു ആണ് ട്വൈസ് കേപ്പബിൾ. ആരേക്കാൾ? അങ്കിത്തിനേക്കാൾ. അവിടെ 2:1 എന്ന് റേഷ്യോ വരും. ഇനി ടുഗെദർ ദേ ഫിനിഷ് ദ വർക്ക് ഇൻ 16 days എന്നാ പറഞ്ഞേക്കുന്നത്. ഹിമാൻഷുവും അങ്കിത്തും കൂടെ ചേർന്നാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ 16 ദിവസം കൊണ്ട് ആ ജോലി തീരും. രണ്ടുപേരുടെ എഫിഷ്യൻസി അറിയാൻ ഇത് രണ്ടും കൂടെ കൂട്ടുക 3. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ആയതുകൊണ്ട് തന്നെ എത്ര വരും? 16 × 3. എത്ര ആയിരിക്കും? 16 × 3 എന്ന് പറഞ്ഞാൽ 16 3 48. ശരിയല്ലേ? ടോട്ടൽ വർക്ക് 48. ഇനി അവർ ചോദിക്കുന്നത് അങ്കിത്ത് അലോൺ എത്ര ദിവസം കൊണ്ടെന്ന്. അങ്കിത്തിന്റെ എഫിഷ്യൻസി 1 അല്ലേ? സോ അങ്കിത്തിന്റെ എഫിഷ്യൻസി 1 ആകുമ്പോൾ 48 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 48 നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ടായിരിക്കും ആ ജോലി കംപ്ലീറ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ.
മനസ്സിലാക്കാൻ പറ്റുമല്ലോ മക്കളെ. അപ്പോൾ നമ്മൾ പഠിച്ചതാകുന്ന ടൈപ്പുകൾ ഒന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് LCM ചെയ്തു പോകേണ്ടതാകുന്ന LCM മെത്തേഡിലൂടെ ചെയ്യുമ്പോൾ LCM കണ്ടുപിടിക്കാൻ ഇപ്പം നമുക്ക് കൊണ്ട് നോക്കുമ്പോൾ തന്നെ ചില ചോദ്യങ്ങൾ പറ്റും, ചില ചോദ്യങ്ങൾ നോക്കിയാൽ പറ്റൂല. അതിന് നിങ്ങൾ ഏത് മെത്തേഡ് തന്നെ നോക്കി വെക്കണം? സ്ലാഷ് മെത്തേഡ് തന്നെ നോക്കി വെക്കണം. ഓക്കെ ആണോ? ഇനി അത് കഴിഞ്ഞാൽ ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോഴും അതിൽ നിന്ന് ഓപ്പണായി വരുന്ന ഓരോ ലോജിക്കുകളുണ്ട്. ആ ലോജിക്കിലൂടെ വേണം നമുക്ക് എന്ത് ചെയ്തു പോകാൻ? ആൻസറിലേക്ക് ചെയ്ത് എത്താൻ വേണ്ടിയിട്ട് ആ ലോജിക്കുകളൊക്കെ നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോന്നും എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനനുസരിച്ചിട്ട്, ഇപ്പൊ കേപ്പബിൾ എന്ന വാക്ക് തന്നാൽ, കപ്പാസിറ്റി എന്ന വാക്ക് തന്നാൽ, ഇതൊക്കെയാണ് ആ ലോജിക്ക്. വേർഡ് ബൈ വേർഡ് ആയിട്ട് വേണം നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ കൂടുതലാകുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളിലൂടെ പരിചയപ്പെടാം. ഓക്കെ, ബൈ. ഹായ്, ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. മകളെ, നമ്മുടെ ടൈം ആൻഡ് വർക്കിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ആ വീഡിയോയ്ക്കകത്ത് നല്ല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ബേസിക്സ് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടുന്ന ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ പാർട്ട് കാണണം. അത്യാവശ്യം നല്ല നല്ല ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ബേസിക് ക്വസ്റ്റ്യൻസ് ആണെന്നേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഒരു അടുത്ത ലെവലിലേക്ക് നീങ്ങാൻ പോവുകയാണ്. നമ്മുടെ ടൈപ്പ് 2 ലെവൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഒരു 10 ചോദ്യം എത്തിക്കാൻ പോവുക. നിങ്ങളെ ഒന്നാമത്തെ ചോദ്യം നോക്കേടാ. പി എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ജോലി തീർക്കാൻ എത്ര മണിക്കൂർ മതി? 4 മണിക്കൂർ മതി. അതേ ജോലി ക്യൂവും ആറും കൂടി ചേർന്നാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 3 hours. എത്ര മണിക്കൂർ വേണം? 3 മണിക്കൂർ. അതേ ജോലി പിയും ആറും കൂടി ചേർന്നാണ് ചെയ്യുന്നതെങ്കിൽ ആ ജോലി തീരാൻ എത്ര മണിക്കൂർ മതി? 2 മണിക്കൂർ മതി. ഇനി അവര് ചോദിക്കുന്നത് എന്താ? ക്യൂ എലോൺ ആ ജോലി ചെയ്യാൻ തീരുമാനിച്ചു എന്നാണെങ്കിൽ ഹൗ മച്ച് ടൈം വിൽ ഹി ടേക്ക്? ആ ക്യൂവിന് ആ ജോലി തീർക്കാൻ എന്തോരം സമയം വേണ്ടി വരും? ഓക്കെ അല്ലേ? സെൻസിബിൾ ഡേറ്റകൾ ഏതൊക്കെയാ ഇവിടെ ഉള്ളത്? ദാണ്ടെ പിയുടെ കാര്യം പറയുന്നുണ്ട്. എത്ര മണിക്കൂർ? 4 മണിക്കൂർ. ക്യൂവും ആറും കൂടെ ചേർന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അപ്പൊ Q+R എന്ന് എഴുതുന്നു. Q+R വേണ്ടിയിട്ട് എത്ര എന്ന് അവർ പറയുന്നത്? 3 മണിക്കൂർ. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് അവിടെ എന്താ? പിയും ആറും കൂടിയാണ് പണിയെടുക്കുന്നതെങ്കിൽ അവിടെ എത്ര മണിക്കൂർ കൊണ്ട് തീരും? 2 മണിക്കൂർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് ചോദ്യം എടുത്താലും ഈ ടൈം ആൻഡ് വർക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്നത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന LCM മെത്തേഡില്ല. തന്നിട്ടുള്ളതിലെ സെൻസിബിൾ ഡേറ്റകൾ ഈ 3 എണ്ണമാണ്. ഇതിന്റെ LCM എടുത്താൽ നമുക്ക് ആരെ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചേക്കുന്ന ടോട്ടൽ വർക്കിനെ കിട്ടും. LCM ആരാന്ന് പഠിക്കാൻ അല്ലെങ്കിൽ ചെയ്തു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം. ഞാൻ എന്ത് തന്നിട്ടുണ്ട്? സ്ലാഷ് മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുകിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ചോദ്യം അല്ലെ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 4 എന്ന് പറയുന്ന ആളിൽ 3ഉം 2ഉം അടങ്ങില്ല. 4ന്റെ പട്ടിക ചൊല്ലുമ്പോൾ അടുത്തത് ആരാ വരുന്നേ? 8 വരും. 8നകത്ത് ഇവര് 2 പേരും അടങ്ങുമെന്ന് നോക്കും. ഇല്ലല്ലോ. അപ്പൊ അടുത്ത പട്ടിക എടുക്കും 12. ഓക്കെ ആണോ? 12നകത്ത് ഇവരെല്ലാവരും അടങ്ങും. അപ്പൊ LCM എന്ന് പറയുന്നത് ആരാ വരിക? 12. അതിന്റെ അർത്ഥം എന്താ? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 12. ഇനി എന്ത് ചെയ്യണം? എഫിഷ്യൻസി വേണം. എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? 12 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? 3. അതെവിടെ എഴുതണം? ഇവിടെ. അതിനർത്ഥം പിയുടെ എഫിഷ്യൻസി 3. ഒരു പി എന്ന് പറയുന്ന ഒരാൾക്ക് എന്താ? 3 ജോലികൾ എത്ര? 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നാ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള 4 മണിക്കൂറുകൾ കൊണ്ട് 12 യൂണിറ്റ്സ് ഓഫ് വർക്ക് പി കംപ്ലീറ്റ് ചെയ്തോളൂ. ഓക്കെ ആണോ? ഇനി പിയും ക്യൂവും ആറും കൂടെ ചേർന്നാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ എത്രയാണ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ 12 ഡിവൈഡഡ് ബൈ 3 എത്ര വരും? 4. ഇനി അതേപോലെ തന്നെ 12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 6. ഇനി നമ്മൾ എഫിഷ്യൻസികൾ കമ്പയർ ചെയ്തിട്ടാണ് ക്യൂവിന്റെ വാല്യൂവിലേക്ക് എത്താൻ പോകുന്നത്. എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും എന്നുള്ള വാല്യൂവിലേക്ക് നോക്കേടാ. പിയുടെ എഫിഷ്യൻസി ഇവിടെ 3 തരുന്നുണ്ട്. ഇവിടെ നോക്കേ, പി വരുന്ന വേറൊരാളൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇനി എങ്കിൽ ഈ പിയും ക്യൂ ആറും കൂടെ ചേർന്ന് വരുമ്പോൾ എഫിഷ്യൻസി 6 അല്ലേ? അതിനകത്ത് എഫിഷ്യൻസി ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ കൃത്യമായിട്ടും പറഞ്ഞു തന്നെയാണ് ഒന്നാമത്തെ വീഡിയോ പോയിട്ടുള്ളത്. ശരിയല്ലേ? അതിനർത്ഥം പിയുടെ എഫിഷ്യൻസിക്കകത്ത് മാറ്റമില്ല. അതിനർത്ഥം ഇവിടെ പിയും ആറും കൂടെ ചേർന്ന് ജോലി ചെയ്യുന്നതിലെ 3 ജോലികൾ പിയുടേതാണ്. അവശേഷിക്കുന്നത് എത്രയാണോ അതാണ് 6ന് വരിക. അപ്പൊ 6 ജോലിയുണ്ട് എഫിഷ്യൻസി ആയിട്ട്. പിയും ആറും കൂടെ ചെയ്താൽ 6 ജോലി തീരും. അതിലെ 3 എണ്ണം ആരുടെയാണ്? പിക്കാണ്. ബാലൻസ് വരുന്ന എത്രയെന്ന് അറിയാൻ 6 - 3 = 3 എന്ന് വരും. അതിനർത്ഥം 6ന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ശരിയല്ലേ മക്കളെ? 6ന്റെ എഫിഷ്യൻസി 3 ആണെങ്കിൽ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതിനെ 6ന്റെ എഫിഷ്യൻസി 3 ആകുമ്പോ ഈ 4 എന്ന് പറയുന്നതിലെ 3 ആർക്കുള്ളതായിരിക്കും? 6. കാര്യം എഫിഷ്യൻസി കോൺസ്റ്റന്റ്. അവശേഷിക്കുന്നത് എത്ര മാത്രം? അതാണ് ക്യൂവിന്റെ എഫിഷ്യൻസി. ഓക്കെ ആണോ? അപ്പോ എന്ത് ചെയ്യണം? ഉള്ള 4നകത്തുനിന്ന് 6ന്റെ എഫിഷ്യൻസി ആയ 3 മാറ്റുമ്പോൾ റിമൈനിങ് എത്ര വരും? 1. ഈ 1 ആണ് ആരുടെ എഫിഷ്യൻസി? ക്യൂവിന്റെ എഫിഷ്യൻസി. ശരിയല്ലേ? 1 ആണ് ആരുടെ എഫിഷ്യൻസി? ക്യൂവിന്റെ എഫിഷ്യൻസി. ആയതുകൊണ്ട് നമുക്കറിയാം നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ എന്താടാ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി.
ടോട്ടൽ വർക്ക് ഇവിടെ എത്ര 12, എഫിഷ്യൻസി എത്ര 1. സോ 12 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ 12 hours. ഓക്കെ ആണ്, ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ 12 hours. കണ്ടോ, സിമ്പിൾ അല്ലേ? ഇനി ഈ രണ്ടാമത്തെ ചോദ്യം നോക്കേ. ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ശ്രീനിവാസിന് ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? 15 ദിവസം വേണം. രമേശ് ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 9 days. രമേശിന് എത്ര ദിവസം വേണം? 9 days വേണം. ഇനി എന്താ പറയുന്നത്? വിത്ത് രവി, രവിയോടൊപ്പം ദേ എന്ന് പറയുന്നുണ്ട്. ദേ എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രീനിവാസും രമേശും കൂടെ ചേർന്നാണ് ജോലി ചെയ്യുന്നത് രവിയോടൊപ്പം എന്നല്ലേ? അതിനർത്ഥം എന്താ? ശ്രീനിവാസും രമേശും രവിയും കൂടി ചേർന്ന് ആ ജോലി ചെയ്യുന്നു എന്ന് വരികിൽ ആ ജോലിക്ക് മൊത്തം എത്ര ദിവസമേ എടുക്കൂ? 3 ദിവസം എടുക്കും. ഓക്കെ ആണോ? ഇനി എങ്ങനെ LCM കണ്ടുപിടിക്കണ്ടോ? വേണമല്ലോ, വേണം. LCM മെത്തേഡ് വെച്ചല്ലേ ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 15-നകത്ത് ബാക്കി രണ്ടുപേരും അടങ്ങില്ല. 15ന്റെ ഇരട്ടി എത്ര? 30. 30-നകത്ത് അടങ്ങോ? ഇല്ല. അത് കഴിഞ്ഞെത്ര? 15ന്റെ തേർഡ് മൾട്ടിപ്പിൾ ഇസ് 45. 45-നകത്ത് ഇവരെല്ലാവരും അടങ്ങും. ശരിയല്ലേ? ജസ്റ്റ് എളുപ്പമല്ലേടാ കണ്ടുപിടിക്കാൻ. LCM ഈ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് LCM 15, 9, 3 ഇവരുടെ 3 പേരുടെയും കൂടെ LCM 45. ഇനി എന്താണ്? എഫിഷ്യൻസി വേണം. നിങ്ങളെ എഫിഷ്യൻസി എങ്ങനെ എഴുതണ്ടേ? 45 ഡിവൈഡഡ് ബൈ 15 3, 45 ഡിവൈഡഡ് ബൈ 9 9 5 45, 45 ഡിവൈഡഡ് ബൈ 3 എത്ര വരും മക്കളെ? 15. കണ്ടോടാ? ഇനി എന്താ വേണ്ടേ? അവർ ചോദിക്കുന്നത് രവിയുടേതാകുന്ന ടൈം വേണം. എത്ര സമയം കൊണ്ട് ആ ജോലി തീരും, എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് രവിക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ശരിയല്ലേ? നമ്മുടെ കയ്യിൽ ശ്രീനിവാസിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്ന 3 ഇവിടെ ഉണ്ട്. അതുപോലെ രമേശിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്ന 5 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കൂട്ടണം. ഏതൊക്കെ രണ്ടും കൂടെ? 5, 3 കൂടെ കൂട്ടണം. 8 വരത്തില്ലേ മക്കളെ? 5, 3 8. ഈ 15 എന്ന് പറയുന്നതിൽ 8 ശ്രീനിവാസിന്റെയും രമേശിന്റെയും കൂടെ. കാര്യം എഫിഷ്യൻസി കോൺസ്റ്റന്റ്. അവശേഷിക്കുന്നതാകുന്ന വർക്ക് എത്രയാണോ അതാണ് ആരുടെ എഫിഷ്യൻസി? രവിയുടെ എഫിഷ്യൻസി. 15-ന്ന് 8 പേര് എത്ര വരും മക്കളെ? 7. കണ്ടോ? അങ്ങനാണെങ്കിൽ രവി എന്ന് പറയുന്ന ആളിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 7 ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഡേയ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 45. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആകുന്ന 7. അപ്പൊ ആൻസർ എത്ര വരും? 7ന്റെ പട്ടിക ചൊല്ല്. 7 6 42. 42 കഴിച്ച് 45 ആകാൻ എത്രന്റെ കുറവുണ്ട്? 3ന്റെ കുറവ്. സോ 3/7. 6 and 3/7 ഡേയ്സ് കൊണ്ട് ആ ജോലി തീർത്തോളും. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ? എളുപ്പം ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളേ. അല്ലേടാ? എളുപ്പമല്ലേടാ? അടുത്ത ചോദ്യം നോക്കടാ. ഇതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്റെ കൂടെ ചെയ്തു വാ. എന്താ ഇനിയിപ്പോ ഒന്നും പറയണ്ടല്ലോ, ടപ്പേന്ന് അങ്ങോട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അർജുൻ എന്ന് പറയുന്ന ആൾക്ക് ഒറ്റയ്ക്ക് ഒരു ജോലി തീർക്കാൻ വേണ്ടി 12 ദിവസം. അതുപോലെ ഭീം എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി 15 ദിവസം. മൂന്നാമനായിട്ടുള്ളത് ചേതൻ. ശരിയല്ലേ? പക്ഷെ അവർ പറയുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചേതൻ ദേ എന്ന് പറയുന്നുണ്ട്. അതായത് രണ്ടുപേരും ചേർന്ന് ചേതനോടൊപ്പം. അതിനർത്ഥം എന്താ? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. 3 പേരും കൂടെ ചേർന്ന് ആ ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം? 5 ദിവസം. സെൻസിബിൾ ഡേറ്റകൾ ആയതുകൊണ്ട് തന്നെ ഈ 3 പേർക്കുമുള്ള LCM എത്രയാണെന്ന് നമുക്ക് നോക്കാം. കൂട്ടത്തിലെ വലുത് 15 അല്ലേ? 15 അല്ലേ? 15 എന്ന് പറയുന്നതിന്റെ ഗുണിതങ്ങളെല്ലാം 5-ൽ അവസാനിക്കുന്നത് അല്ലെങ്കിൽ 0-ൽ അവസാനിക്കുന്നതായ ആളുകളല്ലേ? അതുകൊണ്ട് 12 എന്ന് പറയുന്ന ഈവൻ നമ്പറിന്റെ ഗുണിതങ്ങളിൽ 0 വരുന്ന ആളുണ്ട്, 5 വരുന്ന ആളില്ല. അതുകൊണ്ട് ഏറ്റവും എളുപ്പം പിന്നെ 5-നെ നമുക്ക് പരിഗണിക്കണമല്ലോ. 5ന്റെ കാര്യം നമുക്ക് പരിഗണിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനി എന്താ ഉള്ളേ? അങ്ങനെയാണെങ്കിൽ 12ന്റെ 0 വരുന്ന ആദ്യത്തെ ഗുണിതത്തിനെ നോക്കിയാൽ മതി. 5 വെച്ചുള്ളത് നോക്കണ്ട. 12ന്റെ ആദ്യത്തെ ഗുണിത 60. 60 വെച്ച് എല്ലാവരെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ചോദ്യം പ്രകാരം ആരായി മാറി? 60 മാറി. LCM എത്രയായി? 60. സെറ്റല്ലേ? ഇനി എന്താ വേണ്ടേ? എഫിഷ്യൻസി വേണം. 60 ഡിവൈഡഡ് ബൈ 12 ഇവിടെ എത്ര വരും മക്കളെ? 5. 60 ഡിവൈഡഡ് ബൈ 15 ഇവിടെ എത്ര വരും മക്കളെ? 4. 60 ബൈ 5 ഇവിടെ എത്ര വരും മക്കളെ? 12. ശരിയല്ലേ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കേടാ. ഇവിടെ സി എന്ന് പറയുന്ന ആൾക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ ചേതൻ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും എന്നാ ചോദ്യം. അപ്പൊ ചേതന്റെ എന്ത് കണ്ടുപിടിക്കണം? എഫിഷ്യൻസി വേണം. എളുപ്പം പറ്റും. എന്താ? 5 4 കൂട്ടുക 9. ഈ 9 എന്ന് പറയുന്നത് എക്കും ബിക്കും കൂടെ. പക്ഷെ ഇവിടെ 3 പേർക്ക് കൂടെ 12 എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം ഈ 12-ലെ 9 എന്ന് പറയുന്നത് എക്കും ബിക്കും കൂടെ ചേർത്ത്. അതുകൊണ്ട് 12-നകത്ത് നിന്ന് 9 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് എത്രയാ വരിക? 3. ആ 3 ആയിരിക്കും ആരുടെ എഫിഷ്യൻസി? ചേതന്റെ എഫിഷ്യൻസി. എങ്കിൽ എത്ര ദിവസം കൊണ്ട് ചേതന് തീർക്കാൻ പറ്റുമെന്ന് അറിയാം. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആകുന്ന 3. 60/3 എത്ര മക്കളെ? 20. സോ എത്ര ദിവസം കൊണ്ട് തീരൂടാ? 20 ദിവസം കൊണ്ട് തീരും. ഡൗട്ട് ഉണ്ടോ? ഇല്ലേ? എളുപ്പമാണ്. അടുത്ത ചോദ്യം നോക്കേ. ഇത്രേ ഉള്ളൂ പഠിക്കാൻ. നമ്മൾ പഠിച്ചത് തന്നെ റിവൈസ് ചെയ്ത് അങ്ങ് പഠിക്കുക. ഇവിടെ എന്താ നിൽക്കുന്നത്? എക്കും ബിക്കും കൂടെ ചേർന്ന്. ഈ കഥ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കണം. ഈ ഒരു ചോദ്യം എന്താ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു കൈ മറിവ് പറ്റിയ തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ശ്രദ്ധിച്ചൊന്ന് ചെയ്യണേ. എയും ബിയും കൂടെ ചേർന്നാണ് ഒരു ജോലി ചെയ്ത് തീർക്കുന്നത്.
ശരിയാണോ? അത് തീർക്കാനായിട്ട് 50 ദിവസം വേണ്ടിവരും. അതേസമയം ബിയും സിയും കൂടെ ചേർന്ന് അതേ ജോലി ചെയ്യുന്നു എന്നാണെങ്കിൽ ജോലി തീരാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 37.5 ദിവസമാണ്. 37.5 ദിവസം എടുക്കും. ഇനി പണിയെടുക്കുന്നത് സിയും എയും കൂടി ചേർന്നാണ് എന്ന് വരികിൽ മൊത്തമായിട്ട് ആ ജോലി തീർക്കാൻ എത്ര ദിവസത്തിന്റെ ആവശ്യമുണ്ട് മക്കളെ? 30 ദിവസത്തിന്റെ ആവശ്യമുണ്ട്. ഈ 3 സെൻസിബിൾ ഡേറ്റകളെ തന്നിട്ടുള്ളൂ. എന്നിട്ട് അവർ ചോദിക്കുന്നത് എയും ബിയും സിയും കൂടി ചേർന്നാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ ഇഫ് ഓൾ 3 ആർ വർക്കിംഗ് ടുഗെദർ, ഓക്കെ ആണോ? സോറി ഓൾ 3 എന്നല്ലല്ലോ, ഇൻഡിവിജ്വലി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്ക് എത്ര ദിവസം കൊണ്ട് പറ്റും, ബിക്ക് എത്ര ദിവസം കൊണ്ട് പറ്റും, സിക്ക് എത്ര ദിവസം കൊണ്ട് പറ്റും എന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം തന്നിട്ടുള്ളതാകുന്ന സെൻസിബിൾ ഡേറ്റയുടെ LCM എടുത്ത് ആരെ മനസ്സിലാക്കുക? ടോട്ടൽ വർക്ക് എത്രയാണെന്ന് മനസ്സിലാക്കുക. എത്ര ആയിരിക്കും ഇവിടെ വരുന്നത്? നമ്മൾ എപ്പോഴും കൂട്ടത്തിലെ വലിയവനെ നോക്കുക, അല്ലെങ്കിൽ ഡെസിമൽസ് ആണെങ്കിൽ അവനെ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഈ ചോദ്യത്തിൽ ഡെസിമൽ ആകുന്ന ഒരാളുണ്ട്. 37.5. 37.5യുടെ ഇരട്ടി എത്ര മക്കളെ വരുന്നത്? 75. 75ന്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്ര? കാര്യം ഇത് 0-ൽ അവസാനിക്കുന്ന ആളുകളല്ലേടാ, 0-ൽ അവസാനിക്കുന്നതാ ബാക്കിയുള്ള ആളുകൾ. അപ്പോ 75ന്റെ ഇരട്ടി ഒരു 0-ൽ അവസാനിക്കുന്ന ആളാ. അത് എത്ര വരുന്നത്? 150. ആ 150നകത്ത് 50 അടങ്ങും, 30 അടങ്ങും. 37.5യുടെ കാര്യം പിന്നെ പറയേണ്ടതുമില്ല. ശരിയല്ലേ? LCM അപ്പൊ എത്ര വരും? നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ? 37.5യുടേതാകുന്ന ഇരട്ടി എടുത്താൽ 75. 75ന്റെ ഇരട്ടി 150. ആ 150നെ എനിക്ക് ഈ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? രണ്ടും പറ്റുവാണെങ്കിൽ അതിന്റെ LCM അത് തന്നെ ആയിരിക്കും 150. ഇനി എഫിഷ്യൻസി പറഞ്ഞു. 150 ഡിവൈഡഡ് ബൈ 50 എടുക്കുമ്പോൾ എത്ര വരും? 3. 150 ബൈ 37 എന്ന് പറയുമ്പോൾ എത്ര വരും? 4. 150 ബൈ 30 എത്ര വരും മക്കളെ? 5. ഇനി എക്ക് എത്ര എന്നറിയാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എ വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ എഫിഷ്യൻസികൾ രണ്ടും കൂടെ കൂട്ടണം. ദാണ്ടേ 5ഉം 3ഉം കൂടെ 8. അവശേഷിക്കുന്ന ഒരെണ്ണം ഇല്ലേ, അതങ്ങ് കുറയ്ക്കണം. 5 3 8ന്ന് എത്ര കുറയ്ക്കാം? 4 കുറയ്ക്കാം. 5 3 8ന്ന് 4 പോയാൽ എത്ര വരും? 4. ഇതാണ് ആരുടെ എഫിഷ്യൻസി? ഈ വട്ടമിട്ടിരിക്കുന്നത് എ അല്ലേ, അപ്പൊ എയുടെ എഫിഷ്യൻസി 4 എന്ന് വരും. പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ എ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കും അറിയാം? 150 ഡിവൈഡഡ് ബൈ എത്ര എന്ന് എടുത്താൽ മതി? 4. അപ്പൊ എത്ര വരുമായിരിക്കും മക്കളെ? 150. 5 3 8ന്ന് 4. ഒരു ചെറിയൊരു അബദ്ധം പറ്റിയേ, ഒരു അബദ്ധം പറ്റിയേ. എന്താണെന്ന് ഇപ്പൊ പറഞ്ഞുതരാം. നിങ്ങളെ വലിയ പാടൊന്നുമില്ല. അത് അബദ്ധമാണോ എന്ന് ചോദിച്ചാൽ അബദ്ധമാണ്, പക്ഷെ ശ്രദ്ധിച്ചോ. എടാ, ഇവിടെ എ എന്ന് പറയുന്നത് ഉള്ളത് 2 പേരല്ലേ, അവരെ 2 പേരും കൂടെ കൂട്ടുമ്പോൾ 5 3 8 വരും. അവശേഷിക്കുന്നത് കുറയ്ക്കാനാ പറഞ്ഞത്. കുറയ്ക്കുമ്പോൾ എത്ര വരും? 4. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്ര ആയിരിക്കും? എയുടെ 2 മടങ്ങാകുന്ന എഫിഷ്യൻസി എത്രന്നാ കിട്ടുക? 4. അപ്പൊ എയുടെ 1 മടങ്ങ് എത്രയാണെന്ന് അറിയാൻ പകുതി എടുത്താൽ മതി. 2 ആയിരിക്കും എഫിഷ്യൻസി വരിക. അപ്പൊ ആ 2 ഇവിടെ അങ്ങോട്ട് എഴുതുക. ഓക്കെ ആണോ? 150ന്റെ പകുതി എടുത്താൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ ആയിക്കോളും. ഓക്കെ ആണോ? 150 ഡിവൈഡഡ് ബൈ 2, അതായത് ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആകുന്ന 2 എത്ര ആയിരിക്കും മക്കളെ വരുന്നത്? 75. എത്ര വരിക? 75. ഇവിടെ 75ലുള്ള ആൻസർ ഒരാക്കേ ഉള്ളൂ. അതുകൊണ്ട് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാം. എന്നിരുന്നാലും നമുക്ക് ബിയുടെ കാര്യം നോക്കാം. ഇനി ബിയുടെ വാല്യൂകൾ വരുന്ന 2 സ്ഥലങ്ങൾ മാർക്ക് ചെയ്തു. ഇത് രണ്ടും കൂടെ കൂട്ടണം. അപ്പൊ ഇത് എത്രയായി? 4 3 കൂടെ കൂട്ടുമ്പോൾ 7. അവശേഷിക്കുന്നത് ഇന്ന് കുറയ്ക്കണം. 5 കുറയ്ക്കുമ്പോൾ എത്ര ഒരു 7ന്ന് 5 പോയ 2. അതിന്റെ പകുതി എടുക്കണം. അപ്പൊ 1 വരും. ഓക്കെ അല്ലേ? ഏതാ വട്ടം ഇട്ടിരിക്കുന്ന 2 പേര്? ആ ബി ആണെങ്കിൽ ബി അടങ്ങുന്ന 2 പേരെ കൂട്ടുക, അവശേഷിക്കുന്നതിൽ നിന്ന് കുറയ്ക്കുക, എന്നിട്ട് അതിന്റെ പകുതി എടുക്കുക. ഇതാണ് പരിപാടി. അപ്പൊ ഇവിടെ 1 വന്നു. അപ്പൊ നമുക്ക് 150 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നത് ആൻസർ എത്ര വരും? 150. ഇതാ നോക്കിയാൽ രണ്ടാമത് 150 ആണ്. ഇനി മൂന്നാമത്തെ നോക്കേ. മൂന്നാമത്തെ എന്താ കിടക്കുക? അവിടെ സിയുടെ കാര്യം നോക്കുന്നത്. സി വരുന്ന 2 സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുക. അതാണ്ട് ഇത് അങ്ങോട്ട് 2 മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടുത്തെ എഫിഷ്യൻസി കൂട്ട്. 5 4 കൂടെ കൂട്ടുമ്പോൾ 9. അവശേഷിക്കുന്നത് കൊണ്ട് കുറയ്ക്കുക. അപ്പം 9ന്ന് 3 പോകുമ്പോൾ എത്ര വരും? 6. 6ന്റെ പകുതി എത്ര വരും? 3. കണ്ടോ? അപ്പൊ 150 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആകുന്ന 3. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും മക്കളെ? 50 ഡേയ്സ് എന്ന് കിട്ടും. കണ്ടോ? ഈ ചോദ്യത്തിന് 50 കിട്ടി മക്കളെ. ഇത് മറക്കരുത്. വളരെ വളരെ ഇമ്പോർട്ടന്റ്. വെക്കം ചെയ്യാവുന്ന ചോദ്യമാണ്. മനസ്സിലാക്കിക്കോണേ. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. എത്രാമത്തെ ചോദ്യം? നമ്മുടെ 5ാമത്തെ ചോദ്യം. എളുപ്പം കിട്ടൂടാ. ഇവിടെ എയും ബിയും ടുഗെദർ. കണ്ടോ? എയും ബിയും ടുഗെദർ. അപ്പൊ A + B. പീസ് ഓഫ് വർക്ക് എത്ര ദിവസം കൊണ്ട് തീരും? 10 ദിവസം കൊണ്ട്. ബിയും സിയുമാണ് ചേരുന്നതെങ്കിലോ ടുഗെദർ ഇൻ 15 ഡേയ്സിൽ തീരും. ഇനി എയും സിയുമാണ് ചേരുന്നതെങ്കിലോ? എയും സിയും ആണെങ്കിൽ അവർ പറയുന്നത് 18 ദിവസം. നമുക്ക് എന്ത് വേണം? എയും ബിയും സിയും ഒന്നിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? എ പ്ലസ് ബി പ്ലസ് സി 3 പേരൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീർക്കും? ആദ്യം തന്നിട്ടുള്ള സെൻസിബിൾ ഡേറ്റയുടെ എന്തെടുക്കുക? LCM എടുക്കുക. LCM എടുത്താൽ ആരെ കിട്ടും? ടോട്ടൽ വർക്കിനെ കിട്ടും. 10 ഉണ്ട്, 15 ഉണ്ട്, 18 ഉണ്ട്. എത്ര ആയിരിക്കും ഇവിടെ വരിക? 18ന്റെ
5 ഇവിടെ ഇപ്പൊ 5 വരുന്ന ഒരാളുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും മേളിൽ കിടക്കുന്നത് 10 പൂജ്യത്തിൽ വരുന്ന ഒരാളാ വേണ്ടേ. 18ന്റെ പട്ടിക ചെല്ലുമ്പോൾ ആദ്യം 0 വരുന്നത് 90-നാ. അതുകൊണ്ട് 18 5 90 ശരിയല്ലേ. ഇനി 90 ഡിവൈഡഡ് ബൈ 10 എത്ര വരും? എഫിഷ്യൻസി 9. 90 ഡിവൈഡഡ് ബൈ 15 എത്ര വരും? 6. 90 ഡിവൈഡഡ് ബൈ 18 എത്ര വരും? 5. പിടികിട്ടിയോ? ഇനി നമുക്ക് എന്ത് വേണം? എയും ബിയും സിയും കൂടെ എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? 3 കൂടെ കൂട്ടി പകുതി എടുത്താൽ മതി. അതാ അതിന്റെ എളുപ്പം. അതായത് 3 കൂടെ കൂട്ടുമ്പോൾ 2 എ ഉണ്ട്, 2 ബി ഉണ്ട്, 2 സി ഉണ്ട്. അതായത് ഇത് 3 കൂടെ കൂട്ടുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സിയുടെ ഇരട്ടിയാകുന്ന എഫിഷ്യൻസി ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഇരട്ടി കയ്യിൽ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ? അതിന്റെ പകുതി എടുക്കുക എന്നുള്ളതാ. അപ്പൊ എങ്ങനെ വരും? 9 6 15 5 20. 20ന്റെ പകുതി എത്ര വരും മക്കളെ? 10. കണ്ടോ? 9 6 15 5 20. 20 എന്ന് പറഞ്ഞാൽ എന്താ? 2a പ്ലസ് 2b പ്ലസ് 2c. എഫിഷ്യൻസിയാണ് 2 എകളും 2 ബികളും 2 സികളും ചേർന്ന് പണിയെടുത്താൽ എന്താണ് എഫിഷ്യൻസി? അതാ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത്. നമുക്ക് എന്താ? ഒരു എയും ഒരു ബിയും ഒരു സിയും മതി. അതിന്റെ അർത്ഥം എന്താ? കൂട്ടുമ്പോൾ കിട്ടുന്നതിന്റെ പകുതി എടുക്കുക. അത് എത്ര വരിക? 20ന്റെ പകുതി 10. ഇനി എന്തുണ്ട്? 90 ഇവിടെ ഉണ്ട്. ടോട്ടൽ വർക്ക് 90 ഡിവൈഡഡ് ബൈ 10 എത്ര വരുമായിരിക്കും? 9 ദിവസം കൊണ്ട് ജോലി തീരും. കണ്ടോ? എളുപ്പം കിട്ടി. ഓപ്ഷൻ സി ഈസ് എ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കേ. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക്. ഇവിടെ നൈസായിട്ട് ചെയ്ത് മാറ്റാവുന്ന ചോദ്യമാണ്. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക്. ഇതാണ്ട് ഇത് വരച്ചു വെച്ചേക്കാം. ഓക്കെ, എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 32 days. അതേ സമയം തന്നെ വൈൽ ടുഗെദർ വിത്ത് ബി എന്ന് പറയുമ്പോൾ എന്താ? എയും ബിയും കൂടെ ചേർന്ന് ജോലി ചെയ്യുന്നത് എത്ര ദിവസം കൊണ്ട് തീർന്നോളും? 24. സി എലോൺ, സി ഒറ്റയ്ക്ക് പണിയെടുത്താൽ എത്ര ദിവസം കൊണ്ട് തീർന്നോളും? 64. എങ്കിൽ ബിയും സിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും എന്നാണ് അവർ ചോദിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? എളുപ്പം. ആദ്യം തന്നിട്ടുള്ള LCM മെത്തേഡ് അല്ലേടാ? ഒന്നുമില്ല. ആദ്യം തന്നിട്ടുള്ളതാകുന്നതിന്റെ LCM എടുക്കണം. 3 പേരുടെ സെൻസിബിൾ ഡേറ്റയുടെ LCM വേണം. ഇവിടെ ഇപ്പോൾ 32 24 64 എന്നാണ് കിടക്കുന്നത്. നമുക്ക് അറിഞ്ഞുകൂടെ ചെയ്യാൻ എന്നാണെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട. സ്ലാഷ് മെത്തേഡ് നോക്കിയാൽ മതി. 32 24 64. ആദ്യം പൊതുവായി വെട്ടാൻ പറ്റുന്നവരെ കണ്ടുപിടി. 8 കൊണ്ട് എല്ലാവരെയും വെട്ടാം. അപ്പൊ ഞാനിവിടെ ഒരു 8 എഴുതി. ഗുണം. കണ്ടോ? ഞാനിവിടെ ഒരു എന്തെഴുതി? ഒരു 8 എഴുതി. ദാണ്ടേ ഗുണം. 8 കൊണ്ട് വെട്ട് 4 വരും. 8 കൊണ്ട് വെട്ട് 3 വരും. 8 കൊണ്ട് വെട്ട് 8 വരും. ഇനി 3 വരെയും വെട്ടാൻ ഒരു സംഖ്യയില്ല, പക്ഷെ 2 വരെ വെട്ടാൻ പറ്റും. 4 കൊണ്ട് ഇവരെ 2 വരെയും വെട്ടാം. ശരിയല്ലേ? 4 കൊണ്ട് വെട്ടുമ്പോൾ ഇതെത്ര വരും? 1 വരും. 4 കൊണ്ട് വെട്ടുമ്പോൾ ഇതെത്ര വരും? 2 വരും. ശരിയല്ലേ? എത്ര വെച്ചാ വെട്ടിയേ? 4 കൊണ്ട്. അവശേഷിക്കുന്നത് ഇനി ആരൊക്കെയാ? 2ഉം 3ഉം. വെട്ടി ചെറുതാക്കാൻ പറ്റൂല. അതുകൊണ്ട് അതേപോലെ എഴുതി ചേർക്കുക. ഇതാണ് സ്ലാഷ് മെത്തേഡ്. ഇനി എന്ത് ചെയ്യണം? എഫിഷ്യൻസി വേണം. താണ്ടേ ഇത് എത്രയാണ് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ടോട്ടൽ വർക്ക് എത്രയാണ് നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോന്നേ. ഇങ്ങോട്ട് നോക്കേ. ഇവിടെ 32 ഉണ്ട്. 8ഉം 4ഉം മാറ്റി നിർത്തി ബാക്കി എത്ര ഉണ്ടോ നോക്കേ. 8ഉം 4ഉം ആണ് 32. ബാലൻസ് 3 കൂടെ 2 6 ഇങ്ങോട്ട് എഴുതി. കണ്ടോ? ഇനി എന്തുണ്ട്? ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. 8 4 32. 4 32. ശരിയല്ലേ? അത് കഴിച്ച് ബാലൻസ് എത്ര ഉണ്ടോ അതിനെ ഇങ്ങോട്ടങ്ങ് എഴുതിയാൽ മതി. 24 ആകുമ്പോഴോ 8ഉം 3ഉം കഴിച്ച് 4 2 8 ഇവിടെ ഉണ്ട്. ആ 8 ഇങ്ങോട്ട് എഴുതിയാൽ മതി. കണ്ടോ? എത്ര ടോട്ടൽ വർക്ക് എന്ന് അറിയണമെന്ന് നിർബന്ധമില്ലടാ. ഇനി 64 എന്ന് പറഞ്ഞാൽ 8ഉം 8ഉം കൂടെ 4 2 8 പിന്നെ ഒരു 8. അവശേഷിക്കുന്നത് ഈ 3 മാത്രം. ആ 3 ഇങ്ങോട്ട് എഴുതിയാൽ മതി. ശരിയല്ലേ? ഇനി ബി പ്ലസ് സി അറിയണമെന്നുണ്ടെങ്കിൽ ബിയുടെ എഫിഷ്യൻസി അറിയണം, സിയുടെ എഫിഷ്യൻസി കയ്യിലുണ്ട്, ബിയുടെ എഫിഷ്യൻസി ഇല്ല. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എയുടെ എഫിഷ്യൻസി എ പ്ലസ് ബിക്കകത്തുനിന്ന് കുറച്ചാൽ മതി. എയുടെ എഫിഷ്യൻസി 6. 6 8-നകത്തുനിന്ന് 6 അങ്ങ് മാറ്റുമ്പോൾ 2 വരും. ബിയുടെ എഫിഷ്യൻസി അപ്പോൾ എത്ര വന്നു? 2. സിയുടെ എഫിഷ്യൻസി ഓട്ടോമാറ്റിക്കലി അവിടെ തന്നിട്ടുണ്ട് 3. 3ഉം 2 കൂടെ കൂട്ടുമ്പോൾ എത്ര ആയിരിക്കും എഫിഷ്യൻസി? 5. ആ 5 എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് എടുത്താൽ മതി. 8 ഗുണം 4 ഗുണം 3 ഗുണം 2 ഡിവൈഡഡ് ബൈ 5. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡിജിറ്റ് സം മെത്തേഡ് ഉപയോഗിക്കാം. അല്ലാന്നാണെങ്കിൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം ഫ്രാക്ഷൻസിലാണ് കിടക്കുന്നത് എന്ന കാരണം കൊണ്ട് ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെ ഡിജിറ്റ് സം ഉപയോഗിക്കാം, അതിനകത്തും ഒരു തെറ്റില്ല. പക്ഷെ ഓപ്ഷൻസിനകത്തൂടെ ഡിജിറ്റ് സം അപ്ലൈ ചെയ്യേണ്ടി വരും. ഞാൻ അത് തൽക്കാലം ഇവിടെ പറയുന്നില്ല. ഡയറക്റ്റ് മൾട്ടിപ്ലൈ. 8 4 32 ഗുണം 6 എന്ന് പറയുമ്പോൾ എത്ര വരും? 30 ഗുണം 6 എന്ന് പറയുമ്പോൾ 180 192. ഇത് ഇത്രയും കൂടെ ഗുണിക്കുമ്പോൾ എത്ര വരും? 192. ഓക്കെ അല്ലേ? അപ്പൊ 192 ഡിവൈഡഡ് ബൈ 5 എത്ര വരും എന്ന് കണ്ടുപിടിക്കാം. ആൻസർ എത്ര വരുമായിരിക്കും? എല്ലായിടത്തും 38 കിടക്കുന്നത്. അതുകൊണ്ട് അതെന്തായാലും കൺഫേം 38 വരുമെന്ന്. ആദ്യം 3 കൊണ്ട് കിട്ടുമ്പോൾ 15, ബാലൻസ് 42. 8 5 40ന്റെ ബാലൻസ് 2 ഉണ്ട്. താഴെ എത്ര ഉള്ള? 5. 38 2/5. കണ്ടോ? ഓപ്ഷൻസ് നോക്കിയാൽ പടാന്ന് ആൻസർ കിട്ടും. 38 and 2/5. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം പറയട്ടെ. അടുത്ത ചോദ്യം നോക്കേ. ഇതും വലിയ പാടുള്ള ചോദ്യമൊന്നല്ല. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. എയും ബിയും സിയും കൂടെ ചേർന്ന് എ ബി ആൻഡ് സി ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days. കണ്ടോ? 10 ദിവസം കൊണ്ട് തീരും. ഇനി എന്താ ഉള്ളത്?
സോറി, അതിനകത്ത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് അല്ലേ, സോറിടാ, സോറി. എ എന്ന് പറയുന്ന ആൾക്ക് എത്ര ദിവസം കൊണ്ട്? 10 ദിവസം. ബി എന്ന് പറയുന്ന ആൾക്ക് എത്ര ദിവസം കൊണ്ടെന്നാ? 20 ദിവസം, സോറി 15 ദിവസം. സി എന്ന് പറയുന്ന ആൾക്ക് എത്ര ദിവസം എന്നാ പറയുന്നത്? സി എന്ന് പറയുന്ന ആൾക്ക് എത്ര ദിവസം? 20 ദിവസം. എങ്കിൽ ദെൻ ദ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ, 3 പേരുടെ ജോലി ഒന്നിച്ചാണ് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും? അറിയാലോ, ഈ ചോദ്യത്തിന്റെ പ്രസക്തിയേ ഇല്ല ഇവിടെ. എന്താ LCM കണ്ടുപിടി. 20 ഇവിടെ 15, ഇവിടെ 20ന്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ 60 എടുത്താൽ ഓക്കെ ആവും. അപ്പൊ എത്ര വരും? 6 ഇവിടെ വരും. ഇവിടെ എത്ര വരും? 4 ഇവിടെ വരും. ഇവിടെ എത്ര വരും? 3 ഇവിടെ വരും. എയും ബിയും സിയും കൂടെ ആകുമ്പോൾ 6 4 10 3 13 ഇവിടെ വരും. 60 ഡിവൈഡഡ് ബൈ 13 എടുത്താൽ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ വരും. 60 ബൈ 13 എത്ര? 13 5 65. അപ്പം 4 വരത്തുള്ളൂ. എല്ലായിടത്തും 4. അതുകൊണ്ട് പിന്നെ ബാക്കി കാര്യവും കൂടെ ചെയ്തു നോക്കിയേ പറ്റൂ. 13 ഗുണം 4 എന്ന് പറയുമ്പോൾ 52 വരും. 52ന്റെ ബാലൻസ് 8 ഉണ്ട്. താഴെ എത്ര ഉണ്ട്? 13. 4 and 8 by 13 ഡേയ്സാ. താണ്ടെ ഓപ്ഷൻ ഡി ഇസ് എ കറക്റ്റ് ആൻസർ. കണ്ടോ, എടാ എളുപ്പമാണ്, എളുപ്പമാ. ഇവനെയും കൂടെ നോക്കിക്കോ. ഇതും നമ്മൾ തൊട്ടു മുമ്പ് ചെയ്തു പോയ ടൈപ്പിൽ വരുന്ന സാധനമാണ്. എങ്ങനെ മക്കളെ ഇത് ചെയ്യുക? പറയട്ടെ. നോക്കിക്കോ, ഇവിടെ ആരൊക്കെയുണ്ട്? പി ഉണ്ട്, ക്യൂ ഉണ്ട്. 2 പേരും കൂടെ ചേർന്നിട്ടാകുമ്പോ എത്ര ദിവസം കൊണ്ട്? 9 ദിവസം കൊണ്ട്. ഇനി എന്താ വന്നിരിക്കുന്നത്? ക്യൂവും 6ഉം കൂടെ ചേർന്നിട്ടാകുമ്പോ എത്ര ദിവസം കൊണ്ട്? 12 ദിവസം കൊണ്ട്. ഇനി അവിടെ ആരുള്ള? പിയും 6ഉം കൂടിയാകുമ്പോൾ അവര് 2 പേരോട് ആണെങ്കിൽ അത് എത്ര ദിവസം കൊണ്ട്? 18 ദിവസം കൊണ്ട്. എങ്കിൽ 3 പേരും വർക്ക് ടുഗെദർ, പി പ്ലസ് ക്യൂ പ്ലസ് ആർ, എത്ര ദിവസം കൊണ്ട് തീരും? ഞാൻ ഈ പറയുന്ന അത്ര സിമ്പിളാ. 3 പേരുടെയും കൂടെ LCM, ടോട്ടൽ വർക്ക് അത്രയുമാണ്. LCM എത്ര എന്ന് പറഞ്ഞേടാ? 18ന്റെ ഇരട്ടി 36. 36 എല്ലാത്തിനകത്തും വരുന്നുണ്ട്. സോ LCM 36. വലുതിന്റെ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കിയാൽ മതി. ഡെസിമൽസ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഡെസിമലിനെ വെച്ച് നോക്കേണ്ട കാര്യങ്ങൾ വരും കേട്ടോ. ഇവിടെ 36 വരും. അപ്പൊ ഇതെത്ര വരും? 9 4 36. ഇവിടെ 12 3 36. 18 2. ഓക്കെ ആണോ? ഇനി പി പ്ലസ് ക്യൂ പ്ലസ് ആർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 4ഉം 3ഉം 2ഉം കൂടെ കൂട്ടണം. അതിന്റെ പകുതി എടുത്താൽ മതി. കാര്യം എന്താ? ഇത് 3 കൂട്ടുമ്പോൾ 2 തവണ പിയും ക്യൂവും 6ഉം കൂടെ ചെയ്യുന്ന എഫിഷ്യൻസിയാ വരും. നമുക്ക് എന്താ വേണ്ടേ? 1 തവണ പിയും ക്യൂ 6ഉം ചെയ്യുന്ന മതി. 4 3 7 2 9ന്റെ പകുതി. അപ്പൊ 9/2 എന്ന് തന്നെ എഴുതി വെച്ചോ. ഓക്കെ ആണോ? 3ഉം കൂടെ കൂട്ടി പകുതി. അപ്പോൾ 9/2 എന്ന് എഴുതിക്കോ. ഇനി എന്താ? ടോട്ടൽ വർക്ക് 36 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എത്രടാ? 9/2. 9/2. ഈ 2 ഇഞ്ഞ് മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ശരിയല്ലേ? ഈ 2 ഇഞ്ഞ് മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ശരിയല്ലേ? 36 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുമ്പോൾ ഇവിടെ 4 വരും. ഈ മുകളിൽ വരുന്ന 2ഉം കൂടെ ആകുമ്പോൾ 4 ഗുണം 2 8. ശരിയല്ലേ? 4 ഗുണം 2 8. സോ ആൻസർ ഇസ് 8 days. എടാ, കണ്ടന്റ് എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇത്രയും സ്പീഡാക്കി ആ ചോദ്യത്തിനെ പറഞ്ഞ്. ചെയ്യാൻ എത്രമേൽ സുഖമാണ്, എളുപ്പമാണെന്ന് നിങ്ങൾക്കും തിരിച്ചറിയാൻ പറ്റണം. അതിനു വേണ്ടിയിട്ട് എങ്കിൽ നമ്മുടെ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ, ഇതിൽ ഒരു ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന ഒരു പുതിയ ചോദ്യമാണ്. റിമൈനിങ് വർക്ക്. ഈ 10ാമത്തെ ചോദ്യം നിങ്ങൾ ചെയ്തിട്ട് അതിന്റെ ആൻസർ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ആണോ? ഈ ചോദ്യം കൂടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. എടാ ഇതാ നോക്കേ, എയും ബിയും കൂടെ ചേർന്നുകൊണ്ട് ഒരു ജോലി, ഇത് ഞാൻ പെല്ല പറഞ്ഞുതരാം. എയും ബിയും കൂടെ ചേർന്നുകൊണ്ട് ഒരു ജോലി ചെയ്യാൻ മൊത്തം എത്ര ദിവസം എടുത്തു മക്കളെ? 24 ദിവസം എടുത്തു. ഇനി അവരെന്താ പറയുന്നേ? അവർ പറയുന്നത് ദേ ഡിഡ് ദിസ് വർക്ക് ഫോർ 18 days. അപ്പോ ഇവർ ശരിക്കും പറഞ്ഞാൽ 24 ദിവസം കൊണ്ട് തീർക്കേണ്ടതാകുന്ന ജോലിയാണെങ്കിലും അവർ എത്ര ദിവസമേ പണിയെടുത്തിട്ടുള്ളൂ? 18 days പണിയെടുത്തിട്ടുള്ളൂ. അതിനർത്ഥം എന്താ? ജോലി ഇനിയും അവിടെ ബാലൻസ് വരും. കാര്യം എന്താ? എഫിഷ്യൻസി ഈസ് എ കോൺസ്റ്റന്റ്. എഫിഷ്യൻസി കോൺസ്റ്റന്റ് ആണേ. എഫിഷ്യൻസി കോൺസ്റ്റന്റ് ആണെങ്കിൽ 24 ദിവസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ജോലി 18 ദിവസം കൊണ്ട് എന്തോ ആക്കി വെച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താ? എന്തോ അവിടെ അവശേഷിക്കുന്നുണ്ട് ആ ജോലി. ശരിയല്ലേ? ആ അവശേഷിക്കുന്ന ജോലി ഇവിടെ ആരാ ചെയ്യാൻ പോകുന്നേ? സി ആണത് ചെയ്യാൻ പോകുന്നത്. സി ആ അവശേഷിച്ച ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർത്തു? 10 ദിവസം കൊണ്ട്. എങ്കിൽ ഇൻ ഹൗ മെനി ഡേയ്സ് എയും ബിയും സിയും കൂടെ ആ ജോലി ചെയ്ത് തീർക്കും. മക്കളെ, ഇവിടെ സെൻസിബിൾ ഡേറ്റ എന്ന് പറയാനായിട്ട് ഒരേ ഒരാൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അങ്ങനെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ ആ തന്നിട്ടുള്ളതിനെ തന്നെ ടോട്ടൽ വർക്കായിട്ട് എടുക്കുക. അതായത് ഇവിടെ എത്ര യൂണിറ്റ്സ് ഓഫ് വർക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ 24 യൂണിറ്റ്സ് ഓഫ് വർക്ക് ഉണ്ട്. അത് മാത്രമല്ല, അങ്ങനെ 24 യൂണിറ്റ്സ് വർക്ക് അവിടെ ഉണ്ടെങ്കിൽ ഒരു ദിവസം 1 യൂണിറ്റ് വർക്ക് വെച്ച് 24 ദിവസം കൊണ്ട് 24 യൂണിറ്റ് വർക്ക് എയും ബിയും കൂടെ ചേർന്ന് തീർക്കുന്നു. അതിനർത്ഥം എഫിഷ്യൻസി A+Bക്ക് 1 ആണ്. ശരിയല്ലേ? എഫിഷ്യൻസി A+Bക്ക് 1 ആണ്. ഇനി സി എന്ന് പറയുന്ന ആളുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എന്നാലേ A+B+Cയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ശരിയല്ലേ? സിയുടെ എഫിഷ്യൻസി ഇവിടെ വേണം. സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്താ ഉള്ളത്? 18 ദിവസം ജോലി ചെയ്തെന്ന് പറഞ്ഞു. A+B അതിന്റെ എഫിഷ്യൻസി 1. അപ്പൊ 18 ദിവസം കൊണ്ട് എത്ര യൂണിറ്റ്സ് തീർന്നു കാണും? ഇവിടെ 18 യൂണിറ്റ്സ് തീർത്ത് കാണും. ടോട്ടൽ എത്ര യൂണിറ്റ്സ് ഉണ്ടായിരുന്നടാ?
24 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ശരിയല്ലേ? ശരിയല്ലേടാ? മൊത്തമാകുന്ന 24 യൂണിറ്റിലെ 18 മൊത്തമാകുന്ന 24-ലെ 18 തീർത്തിട്ടുള്ളൂ. അതിനർത്ഥം അവിടെ ബാലൻസ് എത്ര ഉണ്ട്? ഒരു 6 ബാലൻസ് ഉണ്ട്. ശരിയാണോ? ഈ 6 വർക്കാണ് സി ചെയ്തേക്കുന്നത്. അപ്പോ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ അവൈലബിൾ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. ശരിയാണോ? അവൈലബിൾ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. അവൈലബിൾ വർക്ക് എത്രയാ അവിടെ? 6. എത്ര നമ്പർ ഓഫ് ഡേയ്സ്? നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 10 ദിവസം കൊണ്ടെന്നല്ലേ പറഞ്ഞേക്കുന്നത്. വെട്ടി ചെറുതാക്കിയാൽ എത്ര വരും? 3/5 എന്ന് വരും. ശരിയാണോ? 3/5. എടാ, ഈ 3/5 ആണ് ആരുടെ എഫിഷ്യൻസി? 3/5 എന്ന് വരും. എഴുതിയ തെളിഞ്ഞല്ല അല്ലേ? 3/5 എന്ന് വരും. ഈ 3/5 ആണ് ആരുടെ എഫിഷ്യൻസി? സിയുടെ എഫിഷ്യൻസി. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ. എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 1, സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3/5. സോ 1 + 3/5 ആണ് ആരുടെ എഫിഷ്യൻസി? എ പ്ലസ് ബി പ്ലസ് സിയുടെ. ടോട്ടൽ വർക്ക് എത്ര? 24. ഓക്കെ ആണോ? ഡിവൈഡഡ് ബൈ 1 + 3/5 എന്ന് പറഞ്ഞാൽ എത്ര വരൂടാ? 5 × 1 5. നമുക്കറിയാലോ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാം. 5 5 3 8. 8/5 ആണ് ഈ കിടക്കുന്നത്. മിക്സഡ് ഫ്രാക്ഷനെ എന്ത് ചെയ്യണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയാൽ മതി. 1 and 3/5 എങ്ങനെ എഴുതണ്ടേ? 1 and 3/5. 5 ഒന്നും കൂടെ ഗുണിക്കുക, +3 ഇടുക, ഡിനോമിനേറ്റർ അതേപോലെ. 5 × 1 5, 3 8/5. ശരിയല്ലേ? ഈ 5 ഇങ്ങ് മുകളിൽ വരൂടാ. ഈ 8 കൊണ്ട് 24-നെ വെട്ടുമ്പോൾ ഒരു 3 വരൂടാ. 5 × 3 എത്ര വരൂടാ? 15 ഡേയ്സ്. ശരിയാണോ? എത്ര വരും? 15 ഡേയ്സ്. സോ ഓപ്ഷൻ ഡി ഈസ് എ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ റിമൈനിങ് വർക്ക് വരുന്നവനാണ് ഇന്നത്തെ തുറുപ്പ്. ഈ പറയുന്ന ചോദ്യത്തിന് ആൻസർ നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നേ, എന്നിട്ടൊന്ന് കമന്റ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഇനിയും ചോദ്യങ്ങളുണ്ട്. അടുത്ത ക്ലാസ്സിൽ വരാമേ. ഹായ്, ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, നമ്മൾ ടൈം ആൻഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന 3ാമത്തെ വീഡിയോ ആണ് ഇത്. അതായത് 1ാമത്തെ വീഡിയോയും 2ാമത്തെ വീഡിയോയും കണ്ടതിന് ശേഷം കാണേണ്ട ഒരു വീഡിയോ ആണെന്ന് അർത്ഥം. തീർച്ചയായിട്ടും 1ഉം 2ഉം വീഡിയോകൾ നിങ്ങൾ കാണണം. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ 1, 2 വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നതായ കോൺസെപ്റ്റുകളൊക്കെ ഈ വീഡിയോയിലേക്ക് എത്തുമ്പോൾ കുറച്ച് വേഗത്തിൽ പറയേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? ആ ഫോളോ ചെയ്യാൻ പറ്റണമെന്നാണെങ്കിൽ, കൃത്യമായിട്ട് ആ കോൺസെപ്റ്റുകൾ പിടികിട്ടണമെന്നാണെങ്കിൽ 1ഉം 2ഉം കാണണം കേട്ടോ. ഓക്കെ അല്ലേ? നമുക്ക് വേണ്ട എന്താ? ഏറ്റവും സ്പീഡിൽ തന്നെ നമുക്ക് ഈ പറയുന്നതാകുന്ന ഭാഗം ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തിക്കാൻ പറ്റണം. സ്പീഡ് കൂട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാമെന്നല്ലേ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഒപ്പം കൂടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് തുടങ്ങട്ടെ. ആദ്യം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാകുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ, അവന്മാരുടെയൊക്കെ റിവിഷനിലൂടെ പുതിയ ടൈപ്പിനകത്തേക്ക് പോകാം കേട്ടോ. എടാ നോക്കേടാ, രാമു ആൻഡ് സോമു എന്ത് ചെയ്യണം? രാമുവും സോമുവും ഒരു ജോലി തീർക്കാൻ 10 ദിവസം എടുക്കുമെന്ന് പറയുന്നു. അപ്പൊ രാമു സോമു എങ്ങനെ എഴുതുന്നത്? R+S. എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 10 ദിവസം കൊണ്ട് തീർക്കും. അതുപോലെ തന്നെ സോമു ദാമു എന്നിങ്ങനെ 2 പേരുണ്ട്. ഇവരാ ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാ ചോദ്യം പറയുന്നത്? ടുഗെദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 12 ഡേയ്സ്. 12 ദിവസം കൊണ്ടാ. ഇനി ദാമുവും രാമുവും കൂടെ ജോലി ചെയ്ത് തീർക്കുന്നത് എത്ര ദിവസം കൊണ്ടാ? രാമു ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്നത് എത്ര ദിവസമാണ് മക്കളെ? 15 ദിവസം. ചോദിക്കുന്നത് എന്താ? ഇഫ് രാമു, സോമു ആൻഡ് ദാമു വർക്ക് ടുഗെദർ. 3 പേരും, സോമുവും രാമുവും ദാമുവും ഒന്നിച്ച് വർക്ക് ചെയ്താൽ, 3 പേരും ഒന്നിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും എന്നാണ് അവർ ചോദിക്കുന്നത്. തന്നിട്ടുള്ളതാകുന്ന സെൻസിബിൾ ഡേറ്റയുടെ എന്തെടുക്കണം? ഏറ്റവും ആദ്യം LCM എടുക്കണം. LCM എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. LCM എത്ര മക്കളെ? കാണുമ്പോൾ തന്നെ അറിയാം. 10, 12, 15. കാണുമ്പോൾ അറിയാം LCM 60 ആയിരിക്കും. കൂട്ടത്തിലെ വലിയവനാകുന്നത് 15. 15ന്റെ മൾട്ടിപ്പിൾസ് ബാക്കി ഏതിലാണ് അടങ്ങുന്നതെന്നുള്ളത് നോക്കി പോയാൽ മതി. കാര്യം 12ന്റെ 0 വരുന്ന ആദ്യത്തെ ആളെന്ന് പറയുന്നത് 60. 15-നകത്ത് 5ഉം 0 വരും. 12ന്റെ പട്ടികയിൽ എന്തില്ല? ഓഡ് നമ്പറുകൾ വരില്ല. 10ന്റെയും എന്തില്ല? ഓഡ് നമ്പർ വരില്ല. 15ന്റെ മൾട്ടിപ്പിളിൽ ആദ്യം 0 വരുന്ന ആളെ വെച്ച് വേണം ഇവന്മാരെ പൊക്കാൻ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പിടികിട്ടും 60 ഇവിടെ വരുന്ന LCM. ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്താകും? 6 വരും. ഇവിടെ 12 ആകുമ്പോൾ ഇവിടെ എത്ര വരും മക്കളെ? 2, 5 വരും അല്ലെ? 12 5 അല്ലേ? 60. 60/15 ആകുമ്പോൾ ഇവിടെ എത്ര വരും? 4 വരും. ശരിയല്ലേ? ഇനി സോമുവും ദാമുവും രാമുവും 3 പേരും ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എഫിഷ്യൻസി എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. രാമുവും സോമുവും ആണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 6, സോമുവും ദാമുവും ആണെങ്കിൽ 5, ദാമുവും രാമുവും ആണെങ്കിൽ 4. ഇത് ഇത്രയും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? പകുതി എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. കാര്യം എന്താ? ദാണ്ട് ഇവിടെ 2 6കൾ വരും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എഫിഷ്യൻസി 6 + 5 + 4 എടുക്കുമ്പോൾ നമുക്ക് 2 തവണ രാമുവിന്റെ എഫിഷ്യൻസി പ്ലസ് 2 തവണ ദാമുവിന്റെ എഫിഷ്യൻസി പ്ലസ് 2 തവണ സോമുവിന്റെ എഫിഷ്യൻസി എന്നാ കിട്ടുന്നത്. നമുക്ക് എന്താ വേണ്ടേ? 1 തവണ സോമു, 1 തവണ രാമു, 1 തവണ ദാമുവിന്റെ എഫിഷ്യൻസിയാ വേണ്ടത്. എന്ത് ചെയ്യുക? 3 കൂടെ കൂട്ടുക, പകുതി എടുക്കുക. 6 5 11 4 എത്ര വരും മക്കളെ? ഇതെല്ലാം കൂടെ കൂട്ടണം. 6 5 11 4 എത്ര വരും? 15. 15ന്റെ എന്ത് ചെയ്യുക?
പകുതി എടുക്കുക. 15ന്റെ പകുതി ദാണ്ടെ 15/2. ശരിയല്ലേ? അപ്പോ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 പേരും കൂടി ചെയ്താൽ എന്താകും വരിക? 15/2. ടോട്ടൽ വർക്ക് 60 ആണ്. ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എന്ന് പറയുന്നത് 15/2 ആണ്. ആയ കാരണം കൊണ്ട് തന്നെ ഈ 2 ഇഞ്ഞ് മുകളിലേക്ക് വരുമെന്ന് ചിന്തിക്കാം. 15 കൊണ്ട് 60നെ വെട്ടിയാൽ 15 ഗുണം 4 ആണ് 60 എന്നറിയാം. ഈ 2 മുകളിലേക്ക് വരുമ്പോൾ 4 ഗുണം 2 എന്ന് പറയുന്നത് എന്തായി മാറും? 8 ആയി മാറും. അതുകൊണ്ട് ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ 8. ഓക്കെ അല്ലേ? 8 ദിവസം കൊണ്ട് 3 പേരും കൂടെ ചേർന്ന് പണിയെടുത്താൽ ജോലി തീർന്നോളും. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? എ ആൻഡ് ബി വർക്കിംഗ് ടുഗെദർ. എയും ബിയും ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നത്. അവർ 24 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കുന്നുണ്ട്. എയും ബിയും കൂടെ എത്ര ദിവസം കൊണ്ട്? 24 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കുന്നുണ്ട്. ദേ ഡിഡ് ദിസ് വർക്ക് ഫോർ 18 days. നമ്മൾ ഇതേപോലെ ഒരു ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ശരിക്കും പറഞ്ഞാൽ എന്താണ്? വർക്ക്ഡ് ഫോർ 18 days. എത്ര ദിവസത്തേക്ക് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ? 18 ദിവസത്തേക്ക് മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ? ജോലി ചെയ്യുന്നുള്ളൂ. എങ്കിൽ ആ 18ാമത്തെ ദിവസം കഴിഞ്ഞ് അവശേഷിക്കുന്നതായ ജോലി എന്താണോ ആ ജോലി ആര് തീർക്കുന്നു? സി തീർക്കുന്നു. എത്ര ദിവസം കൊണ്ട്? 10 ദിവസം കൊണ്ട്. എങ്കിൽ എയും ബിയും സിയും കൂടെ ചേർന്ന് ജോലി ചെയ്താൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ചോദ്യത്തിൽ സെൻസിബിൾ ഡേറ്റയാകുന്ന ഒരേ ഒരു ഡീറ്റെയിൽ മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. അതുകൊണ്ട് അവനെ തന്നെ എന്തായിട്ട് അങ്ങ് എടുക്കണമെന്ന് പഠിച്ചു നമ്മൾ. ടോട്ടൽ വർക്കായിട്ട് ഒരേ ഒരു സെൻസിബിൾ ഡേറ്റ ഉള്ളെങ്കിൽ പിന്നെ LCM എടുക്കണ്ട. ചോദ്യത്തിനകത്ത് എന്താണോ ഉള്ളത് ആ ഒരേ ഒരു ഡേറ്റയെ തന്നെ എന്താക്കുക? അങ്ങ് LCM ആക്കുക. 24 അല്ലേ വന്നേ? അത് മാത്രമല്ല എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാക്കി മാറ്റുക? 1 ആയി എന്നങ്ങ് കൺസിഡർ ചെയ്യുക. ശരിയല്ലേ? ഒരു ദിവസം ഒരു ജോലി വെച്ച് എയും ബിയും കൂടെ ഒന്നിച്ച് ചെയ്യുന്നു എങ്കിൽ ഇവര് എത്ര ദിവസത്തേക്കാണ് ജോലി ചെയ്തെന്ന് ചോദ്യം പറയുന്നത്? 18 ദിവസത്തേക്ക് ജോലി ചെയ്തു. അതിനർത്ഥം മൊത്തമാകുന്ന വർക്ക് അവിടെ 24 ഉണ്ട്. ഒരു ദിവസം ഒരു ജോലി വെച്ച് 24 ദിവസം കൊണ്ട് 24 ജോലി ചെയ്യുന്നു എന്ന കണക്കിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. നിലവിൽ ഒരു 18 ദിവസം ജോലി ചെയ്താൽ എത്ര യൂണിറ്റ് ജോലി അവിടെ തീർന്നിട്ടുണ്ടാകും? 18 യൂണിറ്റ് ജോലി അവിടെ തീർന്നിട്ടുണ്ടാകും. ഒരു യൂണിറ്റ് എഫിഷ്യൻസി 1 എന്നല്ലേ പറഞ്ഞ്? 1 വെച്ച് 18 ദിവസം കൊണ്ട് 18 യൂണിറ്റ് തീർന്നിട്ടുണ്ടാകും. 24 ജോലി ഉള്ളതിലെ 18 തീർന്നു. അവശേഷിക്കുന്നത് എത്ര യൂണിറ്റുകൾ മാത്രം? 6 യൂണിറ്റുകൾ മാത്രം. ഈ പറയുന്ന 6 യൂണിറ്റ് ആണ് ആര് തീർത്തത്? 6 യൂണിറ്റ് ആണ് ആര് തീർത്തത്? സി തീർത്തിട്ടുള്ളത്. എത്ര ദിവസം കൊണ്ട്? 10 ദിവസം കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോ സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ അവൈലബിൾ ആകുന്ന സിയുടെ വർക്ക് എത്രയാണ്? ഡിവൈഡഡ് ബൈ എത്ര ദിവസം കൊണ്ട് തീർത്തു, അതായത് നമ്പർ ഓഫ് ഡേയ്സ്. എത്ര അവൈലബിൾ വർക്ക്? സിക്ക് അവിടെ ലഭ്യമായത് വെറും 6 യൂണിറ്റ് ജോലിയാണ്. എത്ര ദിവസം കൊണ്ടാണ് അത് തീർത്തേ? 10 ദിവസം കൊണ്ടാണ് തീർത്തേ. സോ 6 ഡിവൈഡഡ് ബൈ 10 ആണ് സിയുടെ എഫിഷ്യൻസി. സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ശരിയല്ലേ? 6/10 എനിക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റും. എത്ര വരിക? 2 കൊണ്ട് വെട്ടിയാൽ മതി. 2 കൊണ്ട് വെട്ടുമ്പോൾ എത്ര വരും മക്കളെ? 3 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ശരിയല്ലേ? ആണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ. നമുക്ക് എല്ലാ കാര്യങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഇനി ആകെ വേണ്ടത് ഡയറക്റ്റ്ലി നമുക്ക് സിയുടെ എഫിഷ്യൻസി കിട്ടി, എയുടെയും ബിയുടെയും എഫിഷ്യൻസി നമുക്കറിയാം. നമുക്കിനി എയും ബിയും സിയും കൂടെ ഒന്നിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരുമെന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കുക. അത് മാത്രമേ വേണ്ടൂ. ശരിയല്ലേ? ശരിയല്ലേ? ഓക്കെ. എയും ബിയും സിയും കൂടെ ഒന്നിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരുമെന്ന് മാത്രമേ ഇനി കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ശരിയല്ലേ? ദാ ഇങ്ങോട്ട് നോക്കിക്കോ. ഇനി എങ്ങനെ അത് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു തരാം. ദാണ്ടേ എയും ബിയും സിയും കൂടെ ഒന്നിച്ച് ജോലി ചെയ്യണം. എയും ബിയും കൂടെ ജോലി ചെയ്യുമ്പോൾ എഫിഷ്യൻസി എത്രയാണെന്ന് ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കൺസിഡർ ചെയ്തത് 1 എന്നല്ലേ? ആ 1ൽ മാറ്റമില്ല. പ്ലസ് 3/5 എഫിഷ്യൻസിയാണ് സിയുടെ മാത്രം. അപ്പൊ എയും ബിയും സിയും കൂടെ ജോലി ചെയ്യുമ്പോൾ 1 + 3/5 ആയിരിക്കും എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ പഠിച്ചതല്ലേ? നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എന്തെന്നാണ്? നമ്മൾ പഠിച്ചു എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എന്നല്ലേ വരിക? ആണ്. ഇവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാ മക്കളെ? നമ്പർ ഓഫ് ഡേയ്സ് കിട്ടണം. അപ്പൊ ടോട്ടൽ വർക്ക് ഇവിടെ എത്രയാ മക്കളെ? ദാണ്ട് ചോദ്യത്തിനകത്ത് തന്നെയുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ടോട്ടൽ ആകുന്ന 24. ഓക്കെ ആണോ? ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എത്ര? 1 + 3/5. നമുക്കറിയാം മിക്സ്ഡ് ആക്കി എഴുതുമ്പോൾ 1 + 3/5 എന്ന് പറയുന്നത് എത്രയായി മാറും? 1 + 3/5 എന്ന് പറയുന്നത് 1 and 3/5 എന്നായി മാറും. ശരിയല്ലേ? ഇനി ഇവിടെ നമുക്ക് മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കാൻ 5 × 1 5 + 3 അറിയാലോ. മിക്സഡ് ആക്കി മാറ്റാൻ, മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കി മാറ്റാൻ. അപ്പൊ എത്ര വരും ഇവിടെ? 5ഉം 3ഉം 8/5 എന്നായിരിക്കും വരിക. അപ്പോൾ ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എത്രയാണ് മക്കളെ? ടോട്ടൽ 8/5. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കറിയാം ഈ 5 എന്ത് ചെയ്യും? ഇങ്ങ് മുകളിൽ വരും. 8 നമുക്ക് ഇവിടെ ക്യാൻസലേഷന് വിധേയമാക്കാം. അപ്പൊ ഇവിടെ മുകളിൽ എത്ര വരും? 3. 5 × 3 എന്ന് വരും. ആൻസർ എത്ര വരും? 15 ഡേയ്സ് എന്ന് വരും. എത്ര വരും മക്കളെ? 15 ഡേയ്സ്. ഓക്കെ ആണോ? എത്ര ഡേയ്സ് എന്ന് വരും? ഈ 5 മുകളിലേക്ക് കൊണ്ടുവിട്ടാൽ മതി. 5ഉം അവിടെ ഒരു 3
മൂന്നുണ്ട്, 5 3 ആയപ്പോൾ എത്രയായി? 15 ഡേയ്സ് എന്നായി. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. രണ്ട് ചോദ്യവും വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റിയോ? പറ്റി. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. അലി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 8 ഡേയ്സ്. അലിക്ക് എത്ര ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കാൻ പറ്റും? അലി എന്ന് പറയുന്ന ആൾക്ക് 8 ദിവസം കൊണ്ടാണ് ആ ജോലി തീർക്കാൻ പറ്റുന്നത്. ബൽവീന്ദർ എന്ന് പറയുന്ന ആൾക്ക് എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കാൻ പറ്റും? 10 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 4 ഡേയ്സ് ദേ ആസ്ക്ഡ് ചന്ദർ ടു ജോയിൻ ദം. അതായത് ചന്ദർ എന്ന വ്യക്തിയെ അവർ വിളിച്ചു, അവരെ കൂടൊപ്പം ജോയിൻ ചെയ്യാൻ. ആയ കാരണം കൊണ്ട് അവർക്ക് 4 ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. അതിനർത്ഥം എന്താ? എയും ബിയും കൂടെ ചേർന്നിട്ടാണ് ചന്ദറിനെ വിളിച്ചേക്കുന്നത്. ഇവര് 3 പേരും കൂടെ ചേർന്നിട്ട് 4 ദിവസം കൊണ്ട് ആ ജോലി തീർക്കുന്നു എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അങ്ങനെ അവർ ആ ചന്ദറിനെ വിളിക്കുന്നു, 4 ദിവസം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ആ ജോലി തീർക്കാൻ പറ്റുന്നു. ഓക്കെ അല്ലേ? എങ്കിൽ അവർ ചോദിക്കുന്നത് എന്താ? ചന്ദർ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർത്തേനെ? സെൻസിബിൾ ഡേറ്റ ഇത് 3 അല്ലേ? എന്ത് ചെയ്യുക? ടോട്ടൽ വർക്ക് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. ടോട്ടൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? LCM അങ്ങോട്ട് എടുത്താൽ മതി. ശരിയല്ലേ? കൂട്ടത്തിലെ വലിയവൻ ആരാ? 10 അല്ലേ? 10 എന്ന് പറയുന്നതിന്റെ ഇരട്ടി എടുക്കുക, 20. 20-നകത്ത് ഈ 8 4 അടങ്ങും? ഇല്ല. 30-നകത്ത് അടങ്ങും? 40-നകത്ത് അടങ്ങും. സോ LCM എന്ന് പറയുന്നത് 40. കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എഫിഷ്യൻസി എഴുതണം. 40/8 എത്ര വരും മക്കളെ? 5. 40/10 എത്ര വരും മക്കളെ? 4. 40/4 എത്ര വരും മക്കളെ? 10. ഇനി നമുക്ക് എന്താ വേണ്ടത്? ചന്ദറിന്റെ എഫിഷ്യൻസി വേണം. മൊത്തത്തിലെ എഫിഷ്യൻസി 10. എക്കും ബിക്കും തനിത്തനിയായുള്ള എഫിഷ്യൻസികൾ, അതായത് ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നത് 5ഉം 4ഉം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5നെയും 4നെയും കൂടെ എന്ത് ചെയ്യണം മക്കളെ? കൂട്ടണം. ഈ 5നെയും 4നെയും കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം? 10ൽ നിന്ന് അത് കുറയ്ക്കണം. ശരിയല്ലേ? 5 4 9. 10ൽ നിന്ന് 9 പോകുമ്പോൾ എത്ര വരും മക്കളെ? 1. സിയുടെ എഫിഷ്യൻസി എത്രയാടാ? 1. ആയ കാരണം കൊണ്ട് തന്നെ ടോട്ടൽ വർക്ക് 40, എഫിഷ്യൻസി 1. അതുകൊണ്ട് 40/1 നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 40 ഡേയ്സ് എന്ന് വരും. എത്ര വരും മക്കളെ? 40 ഡേയ്സ്. ഓപ്ഷൻ ബി ഇസ് എ കറക്റ്റ് ആൻസർ. കണ്ടു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അതേ കാര്യം തന്നെ. ഒരു ചോദ്യം കൂടെ ചെയ്തു നോക്കാം. എടാ, അശോക് എന്ന് പറയുന്ന ഒരാളുണ്ട്, കിരൺ എന്ന് പറയുന്ന ഒരാളുണ്ട്. രണ്ടുപേരും കൂടെ ചേർന്ന് 10 മണിക്കൂർ കൊണ്ട് ഒരു ജോലി തീർക്കുന്നു. കിരൺ എന്ന് പറയുന്ന ഒരാളുണ്ട്, റോഹൻ എന്ന് പറയുന്ന മറ്റൊരാളുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ജോലി 15 മണിക്കൂർ കൊണ്ട് തീർക്കുന്നു. അതുപോലെ തന്നെ അശോക് എന്ന് പറയുന്ന ഒരാളുണ്ട്, റോഹൻ എന്ന് പറയുന്ന ആളുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ 12 മണിക്കൂർ കൊണ്ട് ആ ജോലി തീരും. എങ്കിൽ ഇവിടെ കിരൺ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കും? എത്ര മണിക്കൂർ കൊണ്ട് ആ ജോലി തീർക്കുമെന്നാണ് ചോദിക്കുന്നത്. ചെയ്യാനുള്ളതാകുന്ന വഴികൾ അറിയാമല്ലോ. ആദ്യം തന്നിട്ടുള്ളതാകുന്നവന്റെ LCM എടുത്ത്, അപ്പൊ നമുക്ക് എന്തിനെ കിട്ടും? ടോട്ടൽ വർക്ക് ആകുന്നവനെ കിട്ടും. LCM 10 15 12. കാണുമ്പോൾ തന്നെ അറിയാം LCM എത്ര വരും? 60. 60/10 എത്ര വരും? 6. 60/15 എത്ര വരും? 4. 60/12 എത്ര വരും? 5. ഇനി നമുക്ക് വേണ്ടത് എന്താ? കിരൺ എന്ന് പറയുന്ന ആളിന്റെ എഫിഷ്യൻസിയാ. കിരൺ എവിടൊക്കെ ഉണ്ടോ അവനെ വട്ടമിടുക. അവിടെ വരുന്ന 2 എഫിഷ്യൻസികൾ എന്ത് ചെയ്യണം? കൂട്ടണം. അവശേഷിക്കുന്നത് ഇന്ന് കുറയ്ക്കണം. അതായത് 6ഉം എന്ത് ചെയ്യണം? 6ഉം ഈ പറയുന്ന 4ഉം കൂടെ കൂട്ടണം. ആ 6ഉം 4ഉം കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നോ അതെന്ത് ചെയ്യണം? കുറയ്ക്കണം. എത്ര വെച്ച്? 5 കൊണ്ട്. എന്നിട്ട് കിട്ടുന്നതിന്റെ പകുതി എടുക്കണം. അതാ നോക്കെ, 6ഉം 4ഉം കൂടെ എത്ര വരും? 10. 10ൽ നിന്ന് 5 പോയാൽ എത്ര വരും? 5. 5ന്റെ പകുതി. അതാണ് കിരണിന്റെ എഫിഷ്യൻസി. 5/2. 5ന്റെ പകുതി. ഇനി നമ്പർ ഓഫ് ഡേയ്സ് കിട്ടാൻ എന്ത് ചെയ്യണം? 60 / എഫിഷ്യൻസി എത്രയാണ്? അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. 60 എഫിഷ്യൻസി ഓഫ് കിരൺ എത്ര? 5/2. ആൻസർ കിട്ടാനുള്ള എളുപ്പവഴി 5 കൊണ്ട് 60നെ വെട്ടുമ്പോൾ എത്ര വരും? ഇവിടെ 12 വരും. ഈ 2 ഇഞ്ച് മുകളിലേക്ക് പറഞ്ഞു വിട്. അപ്പൊ 2 × 12 എന്ന് പറയുന്നത് എത്ര വരും? ഇവിടെ 24 ഹവേഴ്സ്. എത്ര മണിക്കൂർ കൊണ്ട് തീർത്തിരിക്കും? 24 മണിക്കൂർ കൊണ്ടാണ് കിരൺ ഒറ്റയ്ക്കാണെങ്കിൽ ആ ജോലി തീർക്കുക. ഇത്രയും കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റിയോ? നമ്മുടെ റിവിഷൻ സെറ്റായി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് പുതിയതാകുന്ന ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ഗൈസ്. എന്താണ് ഇവിടെ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഇതൊരു പുതിയ ടൈപ്പ് ആകുന്ന ചോദ്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ എഫിഷ്യൻസി ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാകുന്ന സെറ്റപ്പ് നമുക്ക് ഓർമ്മയുണ്ടാകും. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്, ശരിയല്ലേ? പക്ഷേ ആളുകളുടെ എണ്ണം മാറാം, വർക്ക് ചെയ്യുന്ന സമയം മാറാം. അതായത് എത്രത്തോളം സമയമാണ് ഒരാൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ദിവസത്തിലെ 2 മണിക്കൂർ ജോലി ചെയ്യാം, ചിലപ്പോൾ ഒരു ദിവസത്തിലെ 6 മണിക്കൂർ ജോലി ചെയ്യാം. പക്ഷേ സ്റ്റിൽ എഫിഷ്യൻസി ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ ഈസ് എ കോൺസ്റ്റന്റ് എന്നതാകുന്ന രീതിയിൽ നമുക്ക് ഒരു ടൈപ്പ് നമുക്ക് പുതുതായിട്ട് പഠിക്കാം. എങ്ങനെയാ ഇക്വേഷൻ? M1 D1 T1 ഡിവൈഡഡ് ബൈ W1 is equal to M2 D2
T2 ഡിവൈഡഡ് ബൈ W2. ഇതാണ് ഇക്വേഷൻ. ഇത് നിങ്ങൾക്ക് അവിടെ എഴുതിയിട്ടുണ്ട്, കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതേ ഉള്ളൂ. ശരിയല്ലേ? ആണ്. എടാ ഇനി എന്താണ് ഈ ഒരു M1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതേപോലെ M2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫ്രണ്ടിലേക്ക് രണ്ട് കണ്ടീഷൻ തരും. ഇപ്പൊ നമ്മൾ പറയത്തില്ല, എടാ ഞാൻ ആ ജോലി ചെയ്യാൻ പോയത് ഒരു 5 ദിവസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു 5 പേരെയും കൊണ്ടാ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരാൾക്ക് വയ്യാതായത് കൊണ്ട് ഞങ്ങൾ 4 പേരായി പോയി. അതുകൊണ്ട് ആ ജോലി ഒരു 5 ദിവസം കൂടി അധികം, അല്ലെ ഒരു 3 ദിവസം കൂടി അധികം എടുത്താണ് തീർന്നത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതായത് രണ്ട് സെപ്പറേറ്റ് ആകുന്ന കണ്ടീഷൻസുകൾ വരുന്നു. ആദ്യം ഒരു കണ്ടീഷൻ തരും. ഈ കണ്ടീഷനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കണ്ടീഷൻ പ്രകാരമുള്ള എഫിഷ്യൻസി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ എഫിഷ്യൻസിയെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് രണ്ടാമത്തൊരു കണ്ടീഷനിലേക്ക് നമുക്ക് പോകണം. അവിടെയുള്ള ഏതെങ്കിലും ആകുന്ന ഒരു അൺനോൺ ആകുന്ന ഡേറ്റ ഉണ്ടാകും. ഒന്നുകിൽ ആളുകളുടെ എണ്ണം, സമയം, അല്ലെങ്കിൽ എന്തോ ഒരു സാധനം. ആ അൺനോൺ ആകുന്ന ഡേറ്റ കണ്ടുപിടിക്കുക. രണ്ട് ഡിഫറന്റ് ആകുന്ന സെനാരിയോകൾ, ബട്ട് പ്രൊവൈഡഡ് എഫിഷ്യൻസി ഈസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയാകുന്ന രണ്ട് കണ്ടീഷൻസിനെ കമ്പയർ ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ ആണോ? അപ്പൊ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായി. ഇതിനകത്ത് M1 M2 എന്ന് പറയുന്ന രണ്ടുപേരെ കാണാനുണ്ട്. അതായത് പൊതുവെ M എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് പേഴ്സൺസിനെയാണ്, അതായത് എത്ര പേര് ചേർന്ന്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ പ്രകാരമുള്ള ആളുകളുടെ എണ്ണത്തിനെ M1 എന്ന് വിളിക്കാം. സെക്കൻഡ് കണ്ടീഷൻ പ്രകാരമുള്ള ആളുകളെ എന്നത് വിളിക്കാം M2 എന്ന് വിളിക്കാം. ശരിയാണോ? ഇനി D എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതായത് 1 എന്ന് പറയുന്ന കണ്ടീഷൻ പ്രകാരം D1 ഡേയ്സ്, സെക്കൻഡ് കണ്ടീഷൻ പ്രകാരം D2 ഡേയ്സ്. ഓക്കെ ആണോ? ഇനി ഒരു ദിവസത്തിലെ 2 മണിക്കൂർ വേണമെങ്കിൽ വർക്ക് ചെയ്യാം, 3 മണിക്കൂർ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. ശരിയല്ലേ? അങ്ങനെയാകുന്ന ഡിഫറന്റ് ടൈമുകൾ രണ്ട് കണ്ടീഷനിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ പ്രകാരം T1, സെക്കൻഡ് കണ്ടീഷൻ പ്രകാരം T2 ആണ് ടൈം. ഇനി ചെയ്യുന്നതായ ജോലി, ഇപ്പൊ നമ്മൾ അറിയാം വർക്കിനെ കുറെ യൂണിറ്റുകളൊക്കെ ആക്കി നമ്മൾ മാറ്റി പറഞ്ഞിട്ടില്ല. അതായത് ചെയ്യുന്ന വർക്കിന് എണ്ണം ഒരുപക്ഷെ ചോദ്യത്തിൽ തന്നിരിക്കാം. അത് എങ്ങനെയുള്ള ചോദ്യങ്ങളിലാണെന്ന് നമുക്ക് ആ ഓരോ ചോദ്യങ്ങൾ കണ്ടാലേ മനസ്സിലാവും. വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ പ്രകാരമുള്ള വർക്കിന്റെ അളവെന്ന് പറയുന്ന W1, സെക്കൻഡ് കണ്ടീഷൻ പ്രകാരമുള്ള വർക്കിന്റെ അളവ് W2 എന്ന രീതിയിൽ പരിഗണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ അകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ അപ്പൊ എത്ര വരുമായിരിക്കൂടാ? M1 D1 T1 divided by W1 is equal to M2 D2 T2 divided by W2. ഓക്കെ ആണോ? ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ T1 T2 എന്ന് പറയുന്ന ആള് നമുക്ക് ചിലപ്പോൾ ചോദ്യത്തിൽ തന്നില്ല എന്ന് വിചാരിക്കും. അതിനർത്ഥം എന്താ? ഇങ്ങനെ ഒരാൾ തൽക്കാലം ആ ചോദ്യത്തിൽ പരിഗണിക്കപ്പെടേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ അവനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ബാക്കി ഇക്വേഷൻ എന്തോ വരും നോക്കെ. M1 D1 divided by W1 is equal to M2 D2 divided by W2. കണ്ടോ? ഇനി ചില ചോദ്യങ്ങളിനകത്ത് ഈ ഡേയ്സിനെ കുറിച്ച് തന്നില്ല എന്ന് വരും. ഡേയ്സ് തന്നിട്ടില്ലെങ്കിൽ ഡേയ്സ് പരിഗണിക്കേണ്ട, ടൈം ആയിരിക്കും തരുന്നത്. എത്ര മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്തു എന്നായിരിക്കും തരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? M1 T1 divided by W1 is equal to M2 T2 divided by W2 എന്നെടുക്കുക. ചില കണ്ടീഷൻസിൽ വർക്ക് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച് പറയത്തില്ല. അവർ പറയുന്നത് ഇപ്പോ ഒരു കണ്ടീഷൻ പറയാ, പെയിന്റഡ് എ എന്താണ്? പെയിന്റ് ചെയ്യണം, പെയിന്റഡ് എ ഹൗസ് എന്നായിരിക്കും ചോദ്യത്തിൽ പറയുന്നത്. ഒരു വീട് പെയിന്റ് അടിച്ചു. ആ വീട് പെയിന്റ് അടിക്കുക എന്ന് പറയുന്നതാകുന്ന കണ്ടീഷൻ തന്നിട്ട് അവർ പറയും ഇതേ വീട് പെയിന്റ് അടിക്കണമെങ്കിൽ എത്ര പേര് വേണം, എത്ര ദിവസം കൊണ്ട് തീരും. അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ അതേ കണ്ടീഷൻ തന്നെയാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ W1 ഉം W2 ഉം സെയിമാ. ഓക്കെ ആണോ? അങ്ങനെയാകുന്ന കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? W1 ഉം W2 ഉം ഇല്ലാതെ പരിഗണിച്ചാൽ മതി. ഓക്കെ ആണോ? അതിനർത്ഥം ഇക്വേഷൻ ആ സമയമാകുമ്പോൾ എങ്ങനെ മാറും? W1 ഉം W2 ഇല്ലാതെ പരിഗണിച്ചാൽ എന്താകും? M1 D1 T1 is equal to M2 D2 T2. ഈ W1 ഉം W2 ഒക്കെ എടുക്കേണ്ടാതെ വരുന്ന കണ്ടീഷനുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതാത് ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ഒരു പക്ഷേ ചോദ്യത്തിൽ ഈ W1 ഉം W2 മെൻഷൻഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ചോദ്യത്തിനകത്ത് മെൻഷൻഡ് ആണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ രണ്ടും ഒരേ ജോലിയെ കുറിച്ചാണ് പറയുന്നത്. രണ്ടും രണ്ട് ജോലിയാണെങ്കിൽ W1 നും W2 നും വാല്യൂ ഉണ്ടാവും. കേട്ടോ? ശരിയല്ലേ? ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കേ. 15 men ഉണ്ട്, പെയിന്റഡ് എ ഹൗസ് ഇൻ 40 days. എത്ര ദിവസം കൊണ്ട്? 40 days. ഇവിടെ നോക്കേ, 15 men. അപ്പൊ ഇതാരായി? M1. 40 days കൊണ്ട് തീർന്നു. ഇതെത്രയായി? D1 ആയി. ശരിയല്ലേ? ഇനി ഇഫ് ഇറ്റ് ടേക്സ് 25 days. ഇനി എന്താ? സെക്കൻഡ് കണ്ടീഷൻ. ഇഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടുത്ത കണ്ടീഷൻ അല്ലേ? അപ്പൊ ഇതെന്തായി? ഇത് 25 days എടുത്തു എന്ന് പറയുമ്പോൾ ഇതാരായി മക്കളെ? D2 ആയി. ഇനി ഈ ഹൗ മെനി മെൻ റിക്വയർഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അവർ ചോദിക്കുന്നത് ആരുടെ കാര്യമാണ്? M2വിന്റെ കാര്യം എത്ര വരും എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിനകത്ത് T1 T2 തന്നിട്ടില്ല. അത് മാത്രമല്ല ചോദ്യത്തിനകത്ത് ഹൗസ് പെയിന്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്
പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ആദ്യത്തെ കണ്ടീഷൻ പ്രകാരം 15 പേര് 40 ദിവസം കൊണ്ട് തീർക്കുന്ന അതേ ജോലി തന്നെയാണ് 25 ദിവസം കൊണ്ട് വേറെ എത്രയോ പേര് തീർക്കണ്ടേ. ഒരേ ജോലി തന്നെ, ജോലിയിൽ മാറ്റമില്ല. അതിനർത്ഥം എന്താ? W1 = W2 എന്ന. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? W1 W2 ഇല്ലാതുള്ള ഇക്വേഷൻ പരിഗണിച്ചാൽ മതി. അതിനകത്ത് T1 T2 ഇല്ലാത്തത് കൊണ്ട് T1 T2 ആവശ്യമില്ല. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും? M1 D1 = M2 D2 എന്നായി മാറും. വാല്യൂസ് അങ്ങോട്ട് ഇട്ടുകൊട്. M1 സ്ഥാനത്ത് 15, D1 സ്ഥാനത്ത് എത്ര വരുമായിരിക്കും? 40 വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്ര പേരാണെന്ന് അറിയില്ല. M2 എത്ര പേരെന്ന് അറിയില്ല. ഇവിടെ എന്താ ഉള്ളത്? D2 എന്ന് പറയുന്നത് എത്ര ദിവസം എന്നാ പറയുന്നത്? 25 ദിവസം. മൊത്തം ക്യാൻസൽ ചെയ്തു. 5 കൊണ്ട് ഇവനെ 2 പേരെയും വെട്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലെ 5 കൊണ്ട് വെട്ടിയാൽ പോരെ? അവിടെ 5 വരും, ഇവിടെ എത്ര വരും? 3 വരും. ഇനി ഇവിടെ എന്താ ഉള്ളത്? 40 ഉണ്ട്. ഈ 5 കൊണ്ട് ഈ 40 വെട്ടാം. ഇപ്പൊ ഇവിടെ എത്ര വരുമായിരിക്കും? 8 വരുമായിരിക്കും. ശരിയല്ലേ? ആയ കാരണം കൊണ്ട് M2 = 8 × 3 എത്ര വരും? 24 ഡേയ്സ്. അതായത് 24 ഡേയ്സ് എന്നല്ലല്ലോ, 24 men required. ശരിയാണോ? അതായത് ചോദിക്കുന്ന ചോദ്യത്തിനെ ഒന്നുകൂടെ പറഞ്ഞു നോക്കെ. 15 പേര് ചേർന്നിട്ട് 40 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 25 ദിവസം കൊണ്ട് തീരണമെന്നാണെങ്കിൽ മൊത്തം എത്ര പേര് വേണം? 24 പേര് വേണം എന്നാണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്. കണ്ടോ? ആ കണ്ടീഷൻ വെച്ച് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിനേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചത് കണ്ടോ? വളരെ എളുപ്പത്തിൽ തന്നെ പിടികിട്ടിയില്ലേ കണ്ടീഷൻ? അടുത്ത ഒരു ചോദ്യം നോക്കേ. ഇതും അങ്ങനെ തന്നെ ഉള്ളൊരു ചോദ്യമാണ്. പക്ഷെ ഇതിനകത്ത് എന്താണ് വ്യത്യാസം നോക്കേ. 25 മെന്നിന്റെ കാര്യം പറയുന്നുണ്ട്. ഒരു ഹൗസ് പെയിന്റ് അടിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ഓക്കെ ആണോ? 30 ദിവസം കൊണ്ട് ആ ജോലി തീരണം. ഒരു ദിവസം 5 മണിക്കൂർ പണിയെടുക്കണം. ഓക്കെ ആണോ? അപ്പോ ഇവിടെ ഒരു വീട് പെയിന്റ് അടിക്കുന്നു. ഓക്കെ ആണോ? ഇനി കണ്ടീഷൻ പറയുന്നതും അതേ വീട് പെയിന്റ് അടിക്കുന്ന കാര്യമാണോ നോക്കുക. ഇഫ് 15 more men were added, in how many days will the work be completed? കണ്ടോ? ആ വർക്ക് കംപ്ലീറ്റ് ആകാൻ, ആ വർക്ക് എന്ന് പറയുന്നത് എന്താ? ഈ ഹൗസ് പെയിന്റ് അടിക്കുക. അപ്പൊ വർക്ക് സെയിം ആണ്. W1 = W2 എന്ന് അതിന്റെ അർത്ഥം കേട്ടോ. ചോദ്യപ്രകാരം W1 = W2 എന്ന. ഇനി നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? ഇതിനകത്ത് 25 പേരുണ്ട്. 30 ദിവസം കൊണ്ട് 5 മണിക്കൂർ വെച്ചെന്നുള്ള കണ്ടീഷൻ പ്രകാരമാണ് ജോലി തീർക്കുന്നത്. എങ്കിൽ ഇതിന്റെ ആൻസർ ഇനി ഏത് ഇക്വേഷൻ വെച്ചാൽ എടുക്കേണ്ട? M1 D1 T1 = M2 D2 T2 എന്ന ഇക്വേഷൻ വെച്ചാൽ ചെയ്യേണ്ട. W1 W2 വേണ്ട. M1 അവിടെ എത്രടാ? 25 ഇൻറ്റു D1 അവിടെ എത്രടാ? 30 ദിവസം കൊണ്ട്. എത്രടാ അവിടുത്തെ T1 എന്ന് പറയുന്നത്? 5 മണിക്കൂർ കൊണ്ട്. M2 എന്ന് പറയുന്നത് എത്ര? 15 more men were added എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നേരത്തെ ഉണ്ടായിരുന്ന 25 ആകുന്നതിന്റെ കൂടെ ഒരു 15 പേരെ കൂടി അധികം ചേർത്തു. അപ്പോ രണ്ടാമത്തെ കണ്ടീഷനിൽ എത്ര പേരുണ്ട്? 25ന്റെ കൂടെ ഒരു 15 കൂടെ കൂടുമ്പോൾ 25 + 15 എത്ര വരുന്നത്? 25 + 15 എത്ര വരുന്നത്? 40 പേര് അവിടെ ഉണ്ട്. ഇൻറ്റു കണ്ടോ? ഇനി എന്താ വരിക? ഹൗ മെനി ഡേയ്സ് റിക്വയർഡ് എന്നാ ചോദിച്ചാൽ, അതായത് നമ്മൾ കണ്ടുപിടിക്കുന്നത് D2 ആണ്. ഒരു ദിവസം എത്ര മണിക്കൂർ വെച്ചാ വർക്ക് ചെയ്യണ്ടേ? 9 മണിക്കൂർ വെച്ചാ വർക്ക് ചെയ്യണ്ടേ. എത്ര മണിക്കൂർ വെച്ചാ വർക്ക് ചെയ്യണ്ടേ? 9 മണിക്കൂർ വെച്ച്. നമുക്ക് D2 = എത്ര വരുമെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? കണ്ടുപിടിക്കാലോ. കട്ട് ചെയ്ത് കളയടാ. 40 30 പൂജ്യങ്ങൾ വെട്ടിപ്പോയി. ഓക്കെ ആണോ? 40ന്റെ 0 വെട്ടി, 30ന്റെ 0 പോയി. 3 കൊണ്ട് ദാണ്ട് ഇവന്മാരെ 2 പേരെയും വെട്ടിക്കോ. അപ്പൊ ഇവിടെ എത്ര വരും? 3 വരും. ശരിയാണോ? 25 125. ഇവിടെ 3 12. നോക്കെ. 25 125 ഡിവൈഡഡ് ബൈ എത്ര വരും മക്കളെ? 12. ഓക്കെ. അപ്പൊ നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും വരുന്നത്? 25 ഡിവൈഡഡ് ബൈ 12. ഇവിടെ 30 ദിവസം 5 മണിക്കൂർ എന്നല്ലേ തന്നേക്കുന്നത്? കറക്റ്റ് ആണ്. 9 hours a day എന്നല്ലേ തന്നേക്കുന്നത്? ആണ്. ഓക്കെ, എല്ലാം കറക്റ്റാ. 125 ഡിവൈഡഡ് ബൈ 12. 12നകത്ത് ഒരു തവണയായി. ശരിയല്ലേ? ഇനി ഇവിടെ എന്തായി? ഇനി ഇവിടെ ബാലൻസ് ഉള്ളത് 5 ആണ്. അവിടെ ഒന്നും ഇടാനില്ല. ഇനി 0 ഉള്ള 5/12 എന്ന് വരും. ശരിയാണോ? 10 and 5/12. ഓക്കെ അല്ലേ? 10 and 5/12 ഇതായിരിക്കും നമ്മുടെ ആൻസർ. അത്രയും ദിവസം കൊണ്ടായിരിക്കും എന്ത് തീരുക? ഈ ജോലി ഇനി ചെയ്തു തീർക്കാൻ സാധിക്കാം. എത്ര ദിവസം കൊണ്ടെന്നാ പറഞ്ഞേ? 10 and 5/12 ഡേയ്സ്. എത്ര ദിവസം എന്നാ പറഞ്ഞ മക്കളെ? 10 and 5/12. ഓക്കെ, 10 and 5/12 ഡേയ്സ് കൊണ്ട് ഈ ജോലി തീരും എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. എളുപ്പമല്ലേ? അടുത്തൊരു ടൈപ്പ് നോക്കേടാ. ഈ ചോദ്യത്തിനകത്ത് ശ്രദ്ധിക്കണം. ഒരു റോഡ്, ആ റോഡിന്റെ നീളം അവർ പറയുന്നുണ്ട്. എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, മക്കളെ 100 മീറ്റർ റോഡാണ്. അതായത് അവിടുത്തെ ജോലി എന്താ? 100 മീറ്റർ റോഡ് ടാർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതാണ് W1. ഈസ് കോൺക്രീറ്റഡ് ബൈ 25 പീപ്പിൾ. അപ്പൊ ഇതെന്തായി? M1. വർക്കിംഗ് 7 hours. അപ്പൊ ഇതെന്തായി? T1. വിൽ ടേക്ക് 15 days എന്ന് പറയുമ്പോൾ എന്തായടാ? 15 days എന്ന് പറയുമ്പോൾ ഇതാണ് എന്ത്? D1. ശരിയല്ലേ? ടു കംപ്ലീറ്റ്. ദെൻ ഇൻ ഹൗ മെനി ഡേയ്സ് എന്ന് ചോദിക്കുമ്പോൾ കണ്ടുപിടിക്കേണ്ടത് ആരാണ്? D2. ഒരു ദിവസം എത്ര നേരം പണിയെടുക്കുന്നു? 5 hours. അപ്പം 5 hours എന്ന് പറയുന്നത് ആരെ? T2 ആയി.
ടു കംപ്ലീറ്റ് 50 മീറ്റേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 50 മീറ്റർ എന്ന് പറയുമ്പോൾ ഇതാണ് W2. ഓക്കെ അല്ലേ? ഇനി 63 പീപ്പിൾ എന്ന് പറയുമ്പോൾ ഇതാണ് M2. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇക്വേഷൻ എന്തായി? M1D1T1 ഡിവൈഡഡ് ബൈ W1 ഈസ് ഈക്വൽ ടു M2D2T2 ഡിവൈഡഡ് ബൈ W2. വേണമെങ്കിൽ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. എങ്ങനെ? W1 ഡിവൈഡഡ് ബൈ M1D1T1 എന്ന രീതിയിൽ എഴുതിയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്ങനെ വേണോ എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. ഇനി M1ന്റെ വാല്യൂ എന്താ? ഈക്വേഷൻ അങ്ങനെ എഴുതാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. M1ന്റെ വാല്യൂ എത്രയാ? 25. D1ന്റെ വാല്യൂ എത്രയാ? 15. ഇനി അവിടെ എന്താ ഉള്ളത്? ഒരു ദിവസം 7 മണിക്കൂർ. എത്രയാണ്? 100 മീറ്റർ ആണ് ടാർ ചെയ്യാനുള്ളത്, കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. M2ന്റെ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ടോ? ഉണ്ട്, 63. എത്രയാണ് അവിടുത്തെ വർക്ക് എന്ന് തന്നിട്ടുണ്ട്? 50. ഇനി എത്ര മണിക്കൂറാണ് ഒരു ദിവസം ജോലി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എത്ര? 5 മണിക്കൂർ. ഇത്രയും ഡീറ്റെയിലാണ് തന്നേക്കുന്നത്. നമ്മൾ ആരെ കണ്ടുപിടിക്കാം? നമുക്ക് ആരെ കണ്ടുപിടിക്കണം? നമുക്ക് D2നെ കണ്ടുപിടിക്കണം. D2ന്റെ വാല്യൂ ഇവിടുന്ന് എന്ത് വരുമെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ആണ്. ദാണ്ടെ 25 കൊണ്ട് 100നെ വെട്ടുമ്പോൾ ഇതെത്രയായി? 4 ആയി. 7 കൊണ്ട് 63നെ വെട്ടുമ്പോൾ ഇതെത്രയായി? 9 ആയി. 5 കൊണ്ട് ഇപ്പുറത്ത് 15നെയും ഇവിടുത്തെ 5നെയും വെട്ടുമ്പോൾ ഇവിടെ എത്രയായി? 3 ആയി. ഈ 3 കൊണ്ട് 9നെ വെട്ടുമ്പോൾ ഇതെത്രയായി? 3 ആയി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ആൻസറിനകത്തേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. D2 എന്ന് പറയുന്ന ആള് ഈസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. ശരിയല്ലേ? 12 ഗുണം 4 ആണ് 48. അവശേഷിക്കുന്നത് 2/12. വെട്ടി ചെറുതാക്കുമ്പോൾ 2/12 എന്ന് പറയുന്നത് 1/6 മാറും. ഓക്കെ ആണോ? 2 ഡിവൈഡഡ് ബൈ 12നെ വെട്ടുമ്പോൾ എനിക്ക് എത്ര ആക്കാം? 2 കൊണ്ട് വെട്ടിയാൽ 1/6 ആക്കി കൂട്ടിയിടാം. അത് 4 ആൻഡ് 1/6. അത്രയും ഡേയ്സ് കൊണ്ടായിരിക്കും ഈ ജോലി അവിടെ കംപ്ലീറ്റ് ആകുന്നതെന്ന് അർത്ഥം. പിടികിട്ടിയോ? പിടികിട്ടി. ഈ ചോദ്യവും നല്ലതുപോലെ ഒന്ന് നോക്കണം. ഇമ്പോർട്ടൻ്റ് ആകുന്ന ചോദ്യമാണ്. അടുത്തതാകുന്ന ചോദ്യം ഒന്ന് നോക്കേടാ. എ ഗ്രൂപ്പ് ഓഫ് മെൻ ഡിസൈഡഡ് ടു കംപ്ലീറ്റ് എ വർക്ക് ഇൻ 10 days ബട്ട് 5 ഓഫ് ദം റിമൈൻഡ് ആബ്സെന്റ്. 5 പേരെ കാണാനില്ല. ഇഫ് റെസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ് കംപ്ലീറ്റഡ് ദ വർക്ക് ഇൻ 12 days ഫൈൻഡ് ദ ഒറിജിനൽ നമ്പർ. എന്താണ് ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത? ഇത് അടുത്ത ടൈപ്പായിട്ട് പരിഗണിച്ചോ. ഓക്കെ ആണോ? ഈ ചോദ്യത്തിനകത്ത് പറയുന്നത് എത്രയോ ആളുകൾ, ഓക്കെ, ആ ആളുകളുടെ എണ്ണം അറിഞ്ഞൂടാ, ആ എണ്ണത്തിനെയാ കണ്ടുപിടിക്കണ്ടേ. അവനെ തന്നെ അങ്ങ് എക്സ് എന്ന് വിളിച്ചേരെ. അപ്പോൾ എക്സ് ആളുകൾ ചേർന്ന് പണിയെടുത്തു. ഓക്കെ, എത്ര ദിവസത്തേക്ക്? 10 ദിവസത്തേക്ക്. അപ്പൊ M1D1. ഓക്കെ ആണോ? വർക്ക് എന്ന് പറയുന്നത് എന്താ? ജോലി കംപ്ലീറ്റ് ചെയ്യുക. 2 കണ്ടീഷൻ പ്രകാരം ജോലി കംപ്ലീറ്റഡ് ആകുന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് M1D1. T1നെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ M1D1 ഈസ് ഈക്വൽ ടു M2D2. M2 എന്ന് പറയുന്നത് ആരാ മക്കളെ? അവിടെ 5 പേരുടെ ആബ്സെന്റ് ആകുന്നുണ്ട്. 5 പേര് കുറവുണ്ട് അവിടെ. അതായത് എക്സ് ആകുന്ന ആളുകളിൽ 5 പേര് കുറഞ്ഞുപോയി. ഇതാണ് ആര്? M2. ഇനി D2 എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർത്തു? 12 ദിവസം കൊണ്ട് തീർത്തു എന്നാ പറഞ്ഞത്. ശരിയല്ലേ? അങ്ങനെയാണ് ഇതാ ഇനി ഇതിനെ X-5 ഇവിടെ ഉണ്ട് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് എന്തായി മാറൂടാ? ഒന്നൊക്കെ ഇവിടെ 10 ഡിവൈഡഡ് ബൈ 12 എന്നായി മാറും. ശരിയല്ലേ? ഇതിനെ ഒന്ന് വെട്ടി ചെറുതാക്കിയാൽ ഇത് എന്തായി മാറും? 2 കൊണ്ട് വെട്ടുമ്പോൾ 5 ഡിവൈഡഡ് ബൈ 6. ശരിയല്ലേ മക്കളെ? എടാ എളുപ്പം കണ്ടുപിടിക്കാൻ ഒരു വഴി പറഞ്ഞുതരാം. ഈ 6, 5 2 പേർക്കിടയിലുള്ള ഡിഫറൻസ് 1 ആ. ശരിയല്ലേ മക്കളെ? 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ ആണോ? ഇവിടെ ഉണ്ടാകുന്ന വ്യത്യാസം X-5ഉം എക്സുമായിട്ടുള്ള ഡിഫറൻസ് എത്ര? 5ന്റെ ഡിഫറൻസ് ഉണ്ട്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ ആണോ? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 എന്നാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇവിടെ ഡിഫറൻസ് 1 ആണ്. ഇവിടെ എന്താ? ഈ എക്സിനും X-5നും ഇടയിൽ 5ന്റെ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. അതാണ് ആക്ച്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് വെട്ടിച്ചെറുതാക്കുമ്പോഴുള്ള ഡിഫറൻസ് 1. അതിനർത്ഥം എന്താ? 1 യൂണിറ്റ് 5 ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 5 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആണോ? അല്ല. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ 6 കറസ്പോണ്ടിങ് ടു എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? 6 കറസ്പോണ്ടിങ് ടു എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 6 കറസ്പോണ്ടിങ് ടു എന്ന് പറയുമ്പോൾ എത്ര വരും ഇവിടെ? 6 കറസ്പോണ്ടിങ് ടു എന്ന് പറയുമ്പോൾ എന്ത് വരും ഇവിടെ? 1 യൂണിറ്റ് 5 ആണെങ്കിൽ 6 യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? അങ്ങനെ നോക്കണം കേട്ടോ. 6 യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? 6 യൂണിറ്റ് എന്ന് പറയുന്നത് 6 × 5 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 30. ഓക്കെ, ഇതാണ് ഒരു വഴി. ആൻസർ എത്ര വരും? 30. ഒന്നുകിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു വഴി, എളുപ്പ വഴിയുണ്ട്. അകത്തോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് തീർത്താൽ മതി. പെട്ടെന്ന് ആൻസർ വരും. 10x. ഇവിടെ എന്താ ഉള്ളത്? 12 അകത്തോട്ട് വരുമ്പോൾ 12x മൈനസ് 12 5 60. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന 10നെ ഇനി ഇപ്പുറത്തോട്ടും കൊണ്ടുവരണം, 60നെ ഇനി ഇപ്പുറത്തോട്ടും കൊണ്ടുവരണം. അപ്പൊ എന്തോ സംഭവിക്കും? 2x എന്ന് പറയുന്നത് എത്ര വരും? 60. എങ്കിൽ x എത്ര വരും? ഇതിന്റെ പകുതി 30. ശരിയാണോ? പകുതി 30. കണ്ടോ? ഇങ്ങനെ ചെയ്താലും മതി.
ഓക്കെ. ഇനി അടുത്തതാകുന്ന ചോദ്യം എന്താണെന്ന് നോക്കേ. ഇതേ രീതിയിലുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. എന്താണെന്ന് നോക്കിയേ മക്കളെ. ഇവിടെ സർട്ടൻ നമ്പർ ഓഫ് മെൻ ക്യാൻ കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ 50 ഡേയ്സ് എന്ന് പറയുന്നുണ്ട്. ഇഫ് 5 മോർ മെൻ എന്നാ പറഞ്ഞേക്കുന്നത് ആഡ് ചെയ്താൽ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ഇൻ 10 ഡേയ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒറിജിനൽ നമ്പർ എത്ര മെൻ അവിടെ ശരിക്കും ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ശരിക്കുമുള്ള മെന്നിനെ എക്സ് എന്ന് വിളിച്ചാൽ ആ വർക്ക് തീരുന്നത് M1D1. ആ വർക്ക് തീരുന്ന കണ്ടീഷൻ ആണല്ലോ 2 പറഞ്ഞേക്കുന്നത്. വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ M1D1 T1നെ കുറിച്ച് പറയുന്നില്ല, W1 W2 എടുക്കണമെന്നില്ല. അപ്പൊ M1D1 is equal to M2D2 ശരിയല്ലേ. അപ്പൊ ഇവിടെ M1ന്റെ സ്ഥാനത്ത് കണ്ടുപിടിക്കേണ്ട ആളുകളുടെ എണ്ണത്തിന് എക്സ് എന്ന് വിളിക്കുന്നു, ഇൻറ്റു ഡേയ്സ് എന്താ D1 എന്ന് പറയുന്നത് 50 ഈസ് ഈക്വൽ ടു 5 മോർ മെൻ ആഡ് ആയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്താ, 5,000. എക്സ് എന്ന് പറയുന്നത് ആയിരുന്നു അവിടെ ആളുകളുടെ എണ്ണം, അതിന്റെ കൂടെ 5 കൂടെ കൂടി. ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ഇൻ 10 ഡേയ്സ് ലെസ്. ഒന്ന് നോക്കേ, 10 ഡേയ്സ് ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 ദിവസം കുറച്ചേ എടുക്കത്തുള്ളൂ. നേരത്തെ എത്ര ദിവസം കൊണ്ട് തീർന്നു, 50 ദിവസം കൊണ്ട്. ഇപ്പൊ 10 ദിവസം കുറയുമ്പോൾ അത് എത്ര വരും, 50 10 പോയാൽ എത്ര വരും ഇവിടെ, 40. കണ്ടോ, പെട്ടെന്ന് തീർന്നല്ലോ, ആൻസർ ആയല്ലോ. താണ്ടേ വെട്ടി ചെറുതാക്കി ആൻസറിലേക്ക് എത്തിക്കോ. 2 0 2 സൈഡിൽ നിന്ന് വെട്ടി മാറ്റി. ഇവിടെ ഇപ്പൊ എന്തുണ്ട്, 5x. അപ്പുറത്ത് ഇപ്പൊ എത്ര ഉണ്ട്, 4x പ്ലസ് 5 ഗുണം 4 20. അപ്പുറത്തോട്ട് ഈ പറയുന്ന 4x കഴിഞ്ഞ് കൊണ്ടുപോയോ, 5 4 പോകുമ്പോൾ 1. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എത്ര വരും മക്കളെ, 20 എന്ന് വരും. എക്സിന്റെ വാല്യൂ എത്ര വരും ഇവിടെ, 20. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. പിടികിട്ടിയോ? പിടികിട്ടി മക്കളെ. നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു 9 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്. അതും പുതിയതാകുന്ന ടൈപ്പ് നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ അല്ലേ. പുതിയതാകുന്ന ന്യൂ ക്വസ്റ്റ്യൻസിനെ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ നമ്മൾ റിവിഷൻ, പഴയതാകുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളുടെ റിവിഷൻ നമ്മൾ നടത്തി. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആകുന്ന രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളെയും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ക്വസ്റ്റ്യനുകളൊക്കെ എത്രത്തോളം റിപ്പീറ്റഡ് വാല്യൂ ഉള്ള സാധനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വരുന്ന പരീക്ഷയിലും ഇവന്മാരൊക്കെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതി പോലെ തന്നെ പഠിക്കണമെന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ജോയിൻ ആവുക. ടെലഗ്രാമിന്റെ ചാനലിനകത്ത് ജോയിൻ ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് എന്നോടൊപ്പം എന്ത് ചെയ്യാം, പഠിക്കാം. എന്നോടൊപ്പം ഒരുപാട് ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നമുക്കൊരു കമ്പൈൻ സ്റ്റഡിയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, കമ്പൈൻ സ്റ്റഡി. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തുകൊണ്ട് ഒരു 80 ക്ലാസ്സുകൾ നമ്മൾ ഇതിനോടകം തന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 80 ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്താൽ മതി, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുക, അതിന്റെ മെസ്സേജ് എനിക്കൊന്ന് അയച്ചിരുന്നാൽ മതി. ഓക്കെ ആണോ? അങ്ങനെ അയക്കുകയാണെങ്കിൽ ഞാൻ ആ ലിങ്ക് മൊത്തമായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. സോ കൂടുതലാകുന്ന ചോദ്യങ്ങൾ ടൈം ആൻഡ് വർക്കിൽ നിന്ന് ഇനിയും വരാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.